ഹായ് ആൾ നമസ്കാരം. NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ, അതായത് ജെനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുത്തത്. ഇത് എപ്പിസോഡ് നമ്പർ 3 ആണ്. അപ്പൊ ധാരാളം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലെ. ആദ്യത്തെ ക്ലാസ്സുകളിൽ എന്താണ് ജെനറ്റിക്സ് എന്ന് പഠിച്ചു. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ലിവിംഗ് ഓർഗാനിസം. പിന്നെ ജെനറ്റിക് ടേംസ് പഠിച്ചു, ജീനോടൈപ്പ് എന്താ, ഫീനോടൈപ്പ് എന്താ, കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം പിന്നെ ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആരായിരുന്നു പഠിച്ചു, ഓസ്ട്രിയൻ മോങ്ക് ആയിരുന്നു പഠിച്ചു. അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളെ കുറിച്ച് പഠിച്ചു. 1886 മുതൽ 1863 വരെയുള്ള അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം പിന്നീട് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റൽ പ്ലാന്റ്, പൈസം സാറ്റിവം, പീ പ്ലാന്റ് എന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പൊ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഓരോ എപ്പിസോഡുകളായിട്ടാണ് നിങ്ങൾ ഇനി കാണേണ്ടത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക. ഓക്കെ, ചിലപ്പോ ചില പിന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോ എപ്പിസോഡുകളായിട്ട് മാത്രം എന്ത് കാണുക, വീഡിയോകൾ കാണുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോ ലെസണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ പേര് എനിക്ക് ഇമെയിൽ അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർ ക്യാരക്ടറും ട്രെയ്റ്റും എന്ന് പറയുന്നത് ഒന്നാണെന്നാണല്ലോ സാർ പറഞ്ഞത്, അത് ഡിഫറെന്റ് അല്ലേ? അത് ഡിഫറെന്റ് ആണ്. സാധാരണയായിട്ട് നമ്മൾ ക്യാരക്ടറും ട്രെയ്റ്റും സിനോണിംസ് ആയിട്ട്, പര്യായ പദങ്ങളായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അത് ഈ എപ്പിസോഡിൽ വരുന്നതാണ്, ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചതാണ്. കുറെ പേര് അത് തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാരക്ടറും ട്രെയ്റ്റ് എന്ന് പറയുന്നത് രണ്ടും സിനോണിമായിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. പക്ഷെ ഡിഫറൻറ്റ് ഉണ്ട്. എന്താണ് ഡിഫറൻസ് ഞാൻ പറഞ്ഞത്? ഇപ്പൊ തന്നെ ഏതായാലും ചോദിച്ചത് കൊണ്ട് ഞാൻ ഡിഫറൻസ് ഇപ്പൊ തന്നെ പറഞ്ഞത്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വഭാവ വിശേഷങ്ങളാണ്, അതായത് വിശേഷണങ്ങളാണ്. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, സീഡ് ഷേപ്പ്, സീഡ് കളർ, പോഡ് ഷേപ്പ്, പോഡ് കളർ, ഫ്ലവർ പൊസിഷൻ, അതൊക്കെയാണ് ക്യാരക്ടറുകൾ എന്ന് പറയുന്നത്. അതിന്റെ വാരിയന്റുകളെ വിളിക്കുന്ന പേരാണ് മക്കളെ ട്രെയ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ഈസ് ദ ക്യാരക്ടർ. അതിന്റെ വാരിയന്റുകൾ ഏതൊക്കെയാ? ടാള്, ഡോർഫ്, അതാണ് ട്രെയ്റ്റ്. സീഡ് ഷേപ്പ് ഈസ് ദ ക്യാരക്ടർ. അതിന്റെ വാരിയന്റുകൾ ഏതൊക്കെയാ? റൗണ്ട്, റിങ്കിൾഡ്. അപ്പൊ വാരിയന്റുകളെ വിളിക്കുന്ന ഓരോ ക്യാരക്ടറിനെയും വാരിയന്റുകൾ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം, ട്രെയ്റ്റുകൾ എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പിന്നെ ക്യാരക്ടറിന് പര്യായപദം ട്രെയ്റ്റ് ആണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. സാധാരണയായിട്ട് നമ്മൾ ക്യാരക്ടറിനെ സിനോണിമായിട്ട് ട്രെയ്റ്റ് എന്നുള്ള പദം യൂസ് ചെയ്യാറ്. പക്ഷെ കുറെ പേർക്ക് കൺഫ്യൂസഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ക്യാരക്ടറിന്റെ പര്യായ പദമായിട്ട് ക്യാരക്ടറിനെ സിനോണിമായിട്ട് നമ്മൾ ട്രെയ്റ്റ് എന്നുള്ള പദം ഉപയോഗിച്ചത്. ഡിഫറൻസ് എന്താണ്? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സീഡ് ഷേപ്പ്, സീഡ് കളർ, പോഡ് ഷേപ്പ്, ആ സ്വഭാവ വിശേഷങ്ങളാണ്. അതിന്റെ വാരിയന്റുകൾ, വാരിയന്റ് ഓഫ് ദാറ്റ് ക്യാരക്ടർ ഈസ് കാൾഡ് എന്ന് പറയുന്നത് ട്രെയ്റ്റ്. അപ്പൊ ഉദാഹരണമായി പറയാം, ഫ്ലവർ കളർ ഈസ് ദ ക്യാരക്ടർ. അതിന്റെ വാരിയന്റുകൾ ഏതൊക്കെ? വൈറ്റ്, അതാണ് എന്തെന്ന് പറയുന്നത് ട്രെയ്റ്റ്. അതാണ് അത്രയും നമ്മൾ വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാനതിങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ എപ്പിസോഡ് മുതൽ പറയാം. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് മുതൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത്. പിന്നെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് പ്രോസസ് ആണുള്ള കാര്യം എപ്പോഴും അറിയും. കുറെ പേര് മെയിൽ അയച്ചത് കൊണ്ട് പറയാണ്. മെയിലുകൾ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. എന്റെ മെയിൽ ഐ ഡി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, nawaz9995@gmail.com. ഈ മെയിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാലും ഞാൻ കഴിയുന്നതും മെയിൽ ചെക്ക് ചെയ്യാൻ കഴിയുന്നതും ഡൗട്ടുകൾക്ക് ക്ലിയറിംഗ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ധാരാളം സംശയങ്ങളുള്ള ഒരു ചാപ്റ്ററാണ് ജെനറ്റിക്സ്. അപ്പൊ ജെനറ്റിക്സിൽ ആദ്യം തന്നെ നമ്മൾ ട്രെയ്റ്റ് ആണ്, അത് ഇന്നതാണ്, വാരിയന്റ് ആണ്, അത് ക്യാരക്ടർ ഇന്നതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഓക്കെ, അപ്പൊ അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ക്യാരക്ടറിന്റെ വാരിയന്റ് ആണ് എന്തെന്ന് പറയുന്നത് ട്രെയ്റ്റ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സീഡ് ഷേപ്പ്, സീഡ് കളർ, പോഡ് ഷേപ്പ്, പോഡ് കളർ, അതൊക്കെയാണ് ക്യാരക്ടർ. അതിന്റെ വാരിയന്റുകളെ വിളിക്കുന്ന പേരാണ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് നോക്കൂ മക്കളെ, NCERT ഒരു ചിത്രം ഇവിടെ കാണാം കേട്ടോ. അത് നോക്കൂ, ക്യാരക്ടേഴ്സ് നോക്കൂ. ക്യാരക്ടേഴ്സ് കാണാം, പ്ലാന്റ് ഹൈറ്റ്, സീഡ് ഷേപ്പ്, സീഡ് കളർ, പോഡ് ഷേപ്പ്, പോഡ് കളർ, പിന്നെ ഫ്ലവർ പൊസിഷൻ. ഇപ്പുറത്തെ എന്ത് ചെയ്യുക, കൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ് എന്നാണ്. കാരണം വാരിയന്റ് ആയതുകൊണ്ടാണ് അപ്പുറത്ത് കൺട്രാസ്റ്റ് ട്രെയ്റ്റ് എന്നുള്ള പദം ഉപയോഗിച്ചുള്ളത്. അത് അപ്പൊ പറയാത്തതെന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആവേണ്ട, അത് ഈ എപ്പിസോഡ് മുതലാണ് പറയുന്നത്. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു NV ബയോളജി ക്ലാസ്സസിന്റെ എപ്പിസോഡ് നമ്പർ 3. ശ്രദ്ധിച്ചു കേൾക്കുക, ഭയങ്കര രസകരമായിട്ടുള്ള ചാപ്റ്ററാണ്. സ്വാഗതം NV ബയോളജി ക്ലാസ്സസിലേക്ക്. അപ്പൊ ക്ലാസ്സുകൾ മക്കളെ ഫുൾ എപ്പിസോഡുകൾ കാണും. അപ്പൊ നമ്മൾ ചിലപ്പോൾ നീ അവസാനമായിരിക്കും ഒന്നിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ പറയാറുള്ളത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു, റിലീസ് ഓഫ്
ഓവം അല്ലെങ്കിൽ എഗ് ഈസ് കാൾഡ് പിന്നെ ഓവുലേഷൻ എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ പറഞ്ഞത് അത് ആക്ച്വലി എഗ് അല്ല റിലീസ് ചെയ്യുന്നത്, എന്താണ് സെക്കൻഡറി യൂസേജ് ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ചാപ്റ്റർ ഫുള്ള് കണ്ടാലാണ് നിങ്ങൾക്ക് ഒരു വ്യക്തമായൊരു ധാരണ കിട്ടുള്ളൂ. കാരണം ഇത് NCERT ആണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഈ എപ്പിസോഡ് ഡിസ്കസ് ചെയ്യുന്നത് ക്രോസുകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പോകണം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. എന്താണ് ഈ മോണോ ഹൈബ്രിഡ് ക്രോസ് കാര്യങ്ങൾ നമ്മളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ക്രോസ് പെർഫോംഡ് ബൈ ദ മെന്റൽ. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ക്രോസ് പെർഫോംഡ് ബൈ ദ മെന്റൽ. ഗ്രിഗർ ജോഹാൻ മെന്റൽ പെർഫോം ചെയ്ത ഏറ്റവും സിംപ്ലസ്റ്റ് ക്രോസ് ആണ് ഏതെന്ന് പറയുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ്. എന്തിനാണ് അദ്ദേഹം പെർഫോം ചെയ്തത് അറിയോ? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. ആ വൺ ജീനിന് പകരം നമുക്ക് വേണമെങ്കിൽ വൺ ക്യാരക്ടർ എന്നോ ട്രേറ്റ് എന്നോ പറയാം. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എന്താണ് വാരിയന്റ് ഓഫ് എ ക്യാരക്ടർ? ഒരു ക്യാരക്ടർ ഇവിടെ ഒരു ട്രേറ്റ് നോക്കട്ടെ. ഒരു ട്രേറ്റ് അടുത്ത തലമുറയിലേക്ക് പോകുന്നത് എങ്ങനെ, ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുവാൻ വേണ്ടി നടത്തിയ ക്രോസ് ആണ് എന്ത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ക്രോസ് പെർഫോംഡ് ബൈ ദ മെന്റൽ. എന്തിനു വേണ്ടി? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ അല്ലെങ്കിൽ വൺ ക്യാരക്ടർ വേണ്ട ട്രേറ്റ് നോക്കട്ടെ. അപ്പോൾ ഒരു ട്രേറ്റ് അടുത്ത തലമുറയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരു ക്യാരക്ടർ അടുത്ത തലമുറയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ക്രോസ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ക്രോസ് പെർഫോംഡ് ബൈ ദ മെന്റൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആരാ നടത്തിയത്? നമ്മുടെ ഗ്രിഗർ ജോഹാൻ മെന്റൽ. എന്തിനു വേണ്ടി? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ അല്ലെങ്കിൽ വൺ ട്രേറ്റ് അല്ലെങ്കിൽ വൺ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെ? ക്യാരക്ടറും ട്രേറ്റും ഇനി കൺഫ്യൂസർ ആവണ്ട. കഴിഞ്ഞതിൽ ഞാൻ കൺഫ്യൂസർ ആയി എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്. ക്യാരക്ടറിന്റെ വാരിയന്റ് ആണ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടാൾ പ്ലാന്റ്, ഡ്വാർഫ് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ട്രേറ്റ് ആണ്. അതിന്റെ ക്യാരക്ടർ എന്താണ്? ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. ഓക്കെ മക്കളെ, അപ്പൊ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ക്രോസ് പെർഫോംഡ് ബൈ ദ മെന്റൽ. ഗ്രിഗർ ജോഹാൻ മെന്റൽ നടത്തിയ സിംപ്ലസ്റ്റ് ക്രോസ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ആദ്യം ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കാം. ഇറ്റ് ഈസ് എ ക്രോസ്, അതൊരു ക്രോസ് ആണ്. ഇൻവോൾവിംഗ്, അതിൽ പങ്കെടുത്തിട്ടുണ്ട് ടു ഫോംസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന്റെ രണ്ട് ഫോംസ്. ഓർമ്മയുണ്ടോ? ഫോംസ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് ട്രേറ്റ് ആണ്. അപ്പൊ രണ്ട് ട്രേറ്റുകൾ, ഒരു ക്യാരക്ടറിന്റെ രണ്ട് ഫോമുകൾ തമ്മിലുള്ള ക്രോസിനെ വിളിക്കുന്ന പേരാ മോണോ ഹൈബ്രിഡ് ക്രോസ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രോജനീസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മോണോ ഹൈബ്രിഡ് എന്നുള്ള രൂപത്തിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കുക. എ ക്രോസ് ഇൻവോൾവിംഗ് ടു ഫോംസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന് രണ്ട് ഫോംസ് നമ്മുടെ ക്രോസിനെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അതിന്റെ പ്രോജനീസിനെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ്. നമ്മുടെ ഗ്രിഗർ ജോഹാൻ മെന്റൽ എന്ത് നടത്തി? ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ പരിഗണിച്ചു. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ പരിഗണിച്ചു. അതിന്റെ രണ്ട് ഫോംസ് ഏതൊക്കെയാ മക്കളെ? രണ്ട് ട്രേറ്റ് ഏതൊക്കെ? ടാളും ഡോർഫും. അങ്ങനെ ടാൾ പ്ലാൻ എടുത്തു, ഡോർഫ് പ്ലാൻ എടുത്തു. ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ എക്സ്പെരിമെന്റ്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഈ ടാൾ പ്ലാനിന് അദ്ദേഹം ഫീമെയിൽ ആയി പരിഗണിച്ചു, ഡോർഫ് പ്ലാൻ അദ്ദേഹം മെയിൽ ആയി പരിഗണിച്ചു. എങ്ങനെയാലും കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഇങ്ങനെയാ ചെയ്തത്. ഞാൻ എന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത് മെയിലും ഇത് ഫീമെയിലാണ്. എങ്ങനെയാലും റിസൾട്ട് സെയിം ആയിരിക്കും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്, ഗ്രിഗർ ജോഹാൻ മെന്റൽ എക്സ്പെരിമെന്റ് ടാൾ പ്ലാന്റ് ഫീമെയിൽ ആയി പരിഗണിച്ചു, ഡോർഫ് പ്ലാന്റ് മെയിൽ ആയി പരിഗണിച്ചു. അപ്പൊ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഇതിനെ ഫീമെയിൽ ആക്കുക? ഇതൊരു ബൈസെക്ഷൽ അല്ലേ? അതേ ബൈസെക്ഷൽ ആണ്. അപ്പൊ ഇതിനകത്ത് ആന്തോസ് റിമൂവ് ചെയ്താൽ മതി. ഈ ആന്തോസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരെന്താ? ഇമാസ്പിറേഷൻ. ഇവിടെ എന്താ ചിത്രം കാണാം അല്ലെ? ഈ ചിത്രം എന്ന് വെച്ചാൽ ആന്തോസ് റിമൂവ് ചെയ്തു, അതിനുശേഷം ബാഗ് ചെയ്തു. അങ്ങനെ ഈ ടാൾ പ്ലാന്റ്, ഡോർഫ് പ്ലാന്റ് നമ്മൾ ക്രോസ് നടത്തി. ഓർമ്മയുണ്ടല്ലോ? ഇതിനെ ആന്തോസ് എടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെ? അങ്ങനെ ഉണ്ടായി. അങ്ങനെ അതിനകത്തുനിന്ന് സീഡ് കിട്ടി. ഈ സീഡുകളെല്ലാം വളർത്തി നോക്കിയപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ ആസ്പ്രിങ്സും എന്തായിരുന്നു? ടാൾ പ്ലാന്റ് ആയിരുന്നു. ഈ തലമുറ നമ്മൾ വിളിച്ചു F1 പ്രോജനി എന്ന് പറയും, ഫീലിയൽ ജനറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒന്നാം തലമുറ എന്ന് പറയും. ഇനി നോക്കു മക്കളെ, ഈ ഒന്നാം തലമുറ എങ്ങനെയാണ് ഗ്രിഗർ ജോഹാൻ മെന്റൽ രണ്ടാം തലമുറ എടുത്ത് ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. അതായത് ഈ ടാൾ പ്ലാന്റിലെ പരാഗരണുക്കൾ അതിലെ പരാഗണ സ്ഥലത്തേക്ക് തന്നെ പതിപ്പിച്ചു. ആ പ്രോസസ്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി നോക്കൂ, ഈ ടാൾ പ്ലാന്റ് എടുത്തു, ഈ ടാൾ പ്ലാന്റിലെ പരാഗരണുക്കൾ ഈ ടാൾ പ്ലാന്റിന്റെ പരാഗണ സ്ഥലത്തേക്ക് തന്നെ പതിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ടാൾ പ്ലാന്റ് ക്രോസ് ടാൾ പ്ലാന്റ്. എന്തിനു വേണ്ടി? രണ്ടാം തലമുറ ഉണ്ടാക്കാൻ വേണ്ടി. ഒന്നാം തലമുറ എല്ലാം എന്ത് ചെടികളായിരുന്നു മക്കളെ? ടാൾ പ്ലാന്റ് ആയിരുന്നു. ആ ടാൾ പ്ലാന്റിൽ നിന്നും നമ്മൾ രണ്ടാം തലമുറ F2 ജനറേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഈ ടാൾ പ്ലാന്റിലെ പൂവിലെ പരാഗരണുക്കൾ അതിലെ പരാഗണ സ്ഥലത്തേക്ക് തന്നെ പതിപ്പിച്ചു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സെൽഫ് പോളിനേഷൻ. അതിന് 2 പ്രാവശ്യം ടാൾ പ്ലാന്റ് ഇതിലെ
പരാഗണങ്ങൾ അതിലേക്ക് തന്നെ പതിപ്പിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും ഇത് ക്രോസ് ചെയ്തു. അങ്ങനെ രണ്ടാം തലമുറ ഉണ്ടായി. ഈ രണ്ടാം തലമുറ പ്രത്യേകത എന്തായിരുന്നു മക്കളെ? ഇതിനകത്ത് ടാൾ പ്ലാന്റും ഉണ്ടായിരുന്നു, പിന്നെ എന്തും ഉണ്ടായിരുന്നു, ഡ്വാർഫ് പ്ലാന്റും ഉണ്ടായിരുന്നു. ഏത് റേഷ്യോയില്? ടാൾ പ്ലാന്റ് 3:1 റേഷ്യോയില് കിട്ടി അല്ലെ? ഇതല്ലേ സംഭവം. അതായത് മുക്കാൽ ഭാഗം 3/4 ആരായിരുന്നു? ടാളായിരുന്നു. 1/4 ആരായിരുന്നു? ഡ്വാർഫ്. അതായത് 100 വിത്തുകൾ ഇതിനകത്തുനിന്ന് കിട്ടിയ ആ 100 വിത്തുകൾ നമ്മൾ കുഴിച്ചിട്ട് 100 വിത്തുകളും ടാൾ പ്ലാന്റ് ആയി. ആ 100 വിത്തുകൾ ടാൾ പ്ലാന്റിങ് ഫ്ലവേഴ്സ് നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വിത്തുകളിൽ 100 വിത്തുകൾ വീണ്ടും കിട്ടി കഴിഞ്ഞാൽ ആ 100 വിത്തുകൾ കുഴിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അത് വളർത്തി കഴിഞ്ഞാൽ അതിൽ 75 ടാൾ പ്ലാന്റും 25 ഡ്വാർഫ് പ്ലാന്റ് ആയിരിക്കും. ഇതാണ് മക്കളെ മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പൊ ഇത് എത്രാം തലമുറയാണ്? F2 രണ്ടാം തലമുറയാണ്. എന്നിട്ട് ഡീപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? അപ്പൊ ഗ്രിഗർ ജോൺമെന്റിന്റെ സംശയം ഇതെന്താണ് മക്കളെ? നോക്കൂ, ഇത് കാണാത്തത് എത്രാം തലമുറയാണ്? ഒന്നാം തലമുറ. ഇത് എത്രാം തലമുറയാണ്? രണ്ടാം തലമുറ. മനസ്സിലാക്കാൻ ബോക്സ് വരച്ച് ഇതിൽ ഏത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തില്ല, കാണിച്ചില്ല? ആരുടെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തില്ല? മെയിൽ പാരന്റിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തില്ല. ഇവന്റെ ക്യാരക്ടർ മാത്രമാണ് എക്സ്പ്രസ്. അതായത് ഏതെങ്കിലും ഒരു പാരന്റ് എങ്ങനെ നോക്കിയാൽ ഇത് മെയിൽ ആയാലും ഇത് ഫീമെയിൽ ആയാലും ടാൾ പ്ലാന്റ് ആയിരിക്കും, ഇത് ഫീമെയിൽ ആയാലും ഇത് മെയിൽ ആയാലും എന്തായിരിക്കും? ടാൾ പ്ലാന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടി ഒന്നാം തലമുറ എല്ലാം എന്ത് ചെടികളാണ്? അദ്ദേഹത്തിന് കിട്ടി ഒന്നാം തലമുറ എല്ലാ ചെടികളും എന്ത് പ്ലാന്റുകളാണ്? ടാൾ പ്ലാന്റുകളാണ്. അദ്ദേഹത്തിന് മനസ്സിലായി. ആർക്ക് മനസ്സിലായി? ഗ്രിഗർ ജോഹാൻ മെൻഡൽ മനസ്സിലായി. മെൻഡൽ അത്ഭുതപ്പെട്ടു. മെൻഡൽ ഇതിനെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ എല്ലാ ചെടികളും ടാൾ പ്ലാന്റ് കിട്ടി, ഡ്വാർഫ് പ്ലാന്റ് കിട്ടി. അതായത് ഒന്നാമത്തെ തലമുറയിൽ കാണാത്ത ഒരു സ്വഭാവം എത്രാമത്തെ തലമുറയിൽ കണ്ടു? രണ്ടാമത്തെ തലമുറയിൽ കണ്ടു. മെൻഡൽ പറഞ്ഞു എന്തോ ഒരു സാധനം ഇതിൽ നിന്നും ഇതുവഴി ഇതിലേക്ക് എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. മെൻഡൽ അതിനൊരു പേര് വിളിച്ചു. ആ വിളിച്ച പേരാണ് ഫാക്ടർ. പിൽക്കാലത്ത് അറിയപ്പെട്ടു അതെന്താണ്? ജീൻ എന്നറിയപ്പെട്ടു. അങ്ങനെ ഈ ക്രോസിനെ രണ്ട് ഫോംസ് ഓഫ് എ ക്യാരക്ടർ, ഒരു സിംഗിൾ ക്യാരക്ടറിനെ രണ്ട് ഫോമുകൾ തമ്മിലുള്ള ക്രോസിനെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ്. എന്തിനു വേണ്ടി? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. ഒരു ക്യാരക്ടർ എങ്ങനെ ഒരു ട്രൈറ്റ് എങ്ങനെ അടുത്ത തലമുറയിലേക്ക് പോകുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ നമുക്ക് ജെനറ്റിക്സ് രൂപത്തിൽ, ആൽഫബറ്റിക്കിന്റെ രൂപത്തിൽ എഴുതാൻ പോവാണ്. അപ്പൊ ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുക. ഈ കാര്യം മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പൊ എ ക്രോസ് ഇൻവോൾവിംഗ് ടു ഫോംസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസ്. അങ്ങനെ ഉണ്ടാകുന്നതാണ് മോണോ ഹൈബ്രിഡ്. ഒന്നാം തലമുറ എല്ലാം ഏതെങ്കിലും ഒരു പാരന്റിന്റെ ക്യാരക്ടർ ആയിരിക്കും. അതിൽ കാണാത്ത സ്വഭാവം എത്രാം തലമുറ എക്സ്പ്രസ് ചെയ്യുന്നതാണ്? രണ്ടാം തലമുറ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ക്രോസ് പെർഫോംഡ് ബൈ ദ മെൻഡൽ. ക്രോസിന്റെ പേരെന്തായിരുന്നു? മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇത് നമ്മൾ എന്താണ് ഒരു ജെനറ്റിക്സിന്റെ രൂപത്തിൽ, ആൽഫബറ്റിക്കിന്റെ രൂപത്തിൽ എഴുതാൻ പോവാണ്. ഓക്കെ, വാച്ച്. ഓക്കെ മക്കളെ, മോണോ ഹൈബ്രിഡ് ക്രോസ് നമ്മൾ ജെനറ്റിക്സ് രൂപത്തിൽ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പൊ മെൻഡൽ എടുത്ത ചെടി ഏതായിരുന്നു? ഗാർഡൻ പീ പ്ലാന്റ്, അതായത് പൈസം സാറ്റീവം, അതായത് ഗാർഡൻ പയറ് ചെടി എന്ന് പറയുന്ന പയറ് ചെടി നമ്മൾ എക്സ്പെരിമെന്റ് നടത്തി. അദ്ദേഹം എടുത്ത ചെടികളെല്ലാം പ്യുവർ ആയിരുന്നു, പ്യുവർ ലൈൻ ആയിരുന്നു. അതായത് എല്ലാം എന്ത് ബ്രീഡിംഗ് ആയിരുന്നു? ട്രൂ ബ്രീഡിംഗ് ടൈപ്പ് ആയിരുന്നു. ചുരുക്കി പറയട്ടെ, എല്ലാം ഹോമോസൈഗസ് ആയിരുന്നു. എല്ലാം എന്തായിരുന്നു മക്കളെ? ഹോമോസൈഗസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി ഹോമോസൈഗസ് ആണ്? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അദ്ദേഹം ടാൾ പ്ലാന്റ് എടുത്തു, ഡ്വാർഫ് പ്ലാന്റ് എടുത്തു. ടാൾ പ്ലാന്റ് നമ്മുടെ റെപ്രസെന്റ്, ഇതെന്താണ് മക്കളെ? ഫീനോടൈപ്പ് ആണോ ജീനോടൈപ്പ് ആണോ? ഇതാണ് ഫീനോടൈപ്പ്. ഫീനോടൈപ്പ്. അപ്പൊ ടാൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റും ഒരു ക്യാരക്ടറിന്റെ രണ്ട് ഫോംസ്, ഒരു ക്യാരക്ടറിന്റെ രണ്ട് ട്രേറ്റുകൾ തമ്മിലുള്ള ക്രോസ് ആണ് എന്തെന്ന് പറയുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസ്, അല്ലെങ്കിൽ ക്രോസ് ബിറ്റ്വീൻ സിംഗിൾ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ നമ്മുടെ ക്രോസ്. അപ്പൊ പക്ഷെ രണ്ട് ക്യാരക്ടറിലെ ഒരു ക്യാരക്ടറിന് രണ്ട് ഫോംസ് ഉണ്ടാവും. അതാണ് നമ്മൾ ട്രേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതാണ് ഫീനോടൈപ്പ്, ഇതാണ് ഫീനോടൈപ്പ്. ഇതിനെ നമ്മൾ ജീനോടൈപ്പിൽ എഴുതുകയാണ്. എന്തിൽ എഴുതാണ്? ജീനോടൈപ്പിൽ എഴുതുകയാണ്. ഇതാണല്ലോ മക്കളെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ജീനോടൈപ്പിൽ എഴുതാം. നോക്കൂ മക്കളെ, ടാൾ പ്ലാന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു മെൻഡൽ എടുത്തതെല്ലാം ഹോമോസൈഗസ് പ്ലാന്റുകളായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി ഹോമോസൈഗസ്? അത് പറഞ്ഞുതരാം. അപ്പൊ ടാൾ പ്ലാന്റ് അദ്ദേഹം എഴുതി ക്യാപിറ്റൽ ടി, ഡ്വാർഫ് പ്ലാന്റിന് സ്മോൾ ടി എന്ന് എഴുതാം. ക്യാപിറ്റൽ ടി എന്തിനു എഴുതാം? ടാൾ പ്ലാന്റ് സ്മോൾ ടി എന്ത് എഴുതാം? ഡ്വാർഫ് പ്ലാന്റ്. എന്തുകൊണ്ട് അങ്ങനെ? അദ്ദേഹം എടുത്തതെല്ലാം ഹോമോസൈഗസ് ആയിരുന്നു. അദ്ദേഹം എടുത്തതെല്ലാം എന്തായിരുന്നു? ഹോമോസൈഗസ് ആയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിനെ ഫീമെയിൽ ആക്കി, ഇതിനെ എന്താക്കി? മെയിൽ ആക്കി, അല്ലെ? ഇനി സ്വാഭാവികമായി ഇനി നിങ്ങൾ എഴുതുക സൈഡിൽ ഗമീറ്റ് എന്ന് എഴുതുക. ഗമീറ്റ് ഫീമെയിൽസിന് ഗമീറ്റ് ഏതാ? ഓവം. ഇവന്റെ ഏതാ? പോളൻസ് എന്ന് പറയും, അല്ലെ? അപ്പൊ ആലോചിക്കുക, ഈ ഒരു സ്വഭാവത്തെ, ടാൾ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന രണ്ടലിയിലും ഒരേപോലെ അല്ലേ? അത് രണ്ടലിയിലും ഒരേപോലെയാണ്. അതിന് വിളിക്കുന്ന പേരെന്താ? ഹോമോസൈഗസ്. അപ്പൊ അതിനകത്ത് നിന്നുണ്ടാകുന്ന ഗമീറ്റിനകത്ത് ഒരേ ടൈപ്പ് അലിയേ ഉണ്ടാവുള്ളൂ, ക്യാപിറ്റൽ ടി മാത്രമേ ഉണ്ടാവുള്ളൂ.
ക്യാപിറ്റൽ ഡി മാത്രമേ ഉണ്ടാവും. ഇത് നമുക്ക് ഡ്വാർഫ് പ്ലാന്റ്. ഈ ഡ്വാർഫ് പീ പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയുടെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന രണ്ടടിയിലും ഒരേപോലെയല്ലേ? അതെ. അപ്പൊ അതിനകത്ത് നിന്നുണ്ടാകുന്ന പോളന്റെ അകത്തും ആകെ ഒരു ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുള്ളൂ, സ്മോൾ ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സർ ഇങ്ങനെ ആയാലോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതെന്ത് സ്വഭാവമാണ് മക്കളെ? ടാൾ പ്ലാന്റ് ആണ്. ടാൾ പ്ലാന്റ്. ഈ ടാൾ പ്ലാന്റ് എന്ന് പറയുന്ന സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന രണ്ടടിയിലും ഒരേപോലെയാണോ? അല്ല. അതിനെ വിളിക്കുന്ന പേരെന്താ? ഹെട്രോസൈഗസ്. അപ്പൊ ഇതിനകത്ത് നിന്ന് രണ്ട് ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാകും. ഒന്ന് ക്യാപിറ്റൽ ടി അടങ്ങുന്ന ഗാമീറ്റ് ഉണ്ടാവും, സ്മോൾ ടി എന്ന് പറയുന്ന ഗാമീറ്റ് ഉണ്ടാവും. വേറെ ചോദ്യം ചോദിക്കണം. ക്യാപിറ്റൽ ആർ നമ്മൾ പഠിച്ചു, റൗണ്ട് സീഡ് എന്ന് പഠിച്ചു. ഈ ഒരു സ്വഭാവം റൗണ്ട് സീഡ് എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന രണ്ടടിയിലും ഒരേപോലെയല്ലേ? അതെ, ഒരേപോലെയാണ്. അപ്പൊ അതിനകത്ത് നിന്നുണ്ടാകുന്ന ഗാമീറ്റ് ആകെ എന്ത് മാത്രമായിരിക്കും? ക്യാപിറ്റൽ ആർ മാത്രമായിരിക്കും. വേറെ ചോദ്യം ചോദിക്കാം. ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഇത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ? ഹെട്രോസൈഗസ്. ഈ ഒരു എന്തായിരുന്നു സ്വഭാവം? യെല്ലോ കളർ എന്ന് പഠിച്ചു അല്ലെ? ഈ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന രണ്ടടിയിലും ഒരേപോലെയാണോ? അല്ല. അപ്പൊ രണ്ട് ഗാമീറ്റുകൾ ഉണ്ടാവും. ഒന്നിൽ ക്യാപിറ്റൽ വൈ ആയിരിക്കും, ഒന്നിൽ എന്തായിരിക്കും? സ്മോൾ വൈ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഈ ടാൾ പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഹോമോസൈഗസ് ടാൾ പ്ലാന്റിനകത്ത് നിന്നുണ്ടാകുന്ന എല്ലാ ഗാമീറ്റിനകത്തും ആരായിരിക്കും ഉണ്ടാവുക? ഏത് അല്ലിലായിരിക്കും ഉണ്ടാവുക? ക്യാപിറ്റൽ ടി. ഇതിനകത്ത് നിന്നുണ്ടാകുന്ന എല്ലാ ഗാമീറ്റിനകത്തും ആരായിരിക്കും ഉണ്ടാവുക? സ്മോൾ ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഇത് മെയിലാണല്ലോ, ഈ പോളൻ ഗ്രെയിൻ ഇവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ? അത് അങ്ങനെ ഇതിലേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ഈ ചെടിനകത്ത് നമുക്ക് സീഡ് കിട്ടി. ആ സീഡ് വളർന്നു. അപ്പോൾ എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ എന്ത് ചെടികളാണ് മക്കളെ? ടാൾ പ്ലാന്റ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, സർ ഇങ്ങനെ എഴുതിക്കൂടെ എന്ന്? ഇങ്ങനെ എഴുതാൻ പാടില്ല. അതെന്താ പാടില്ലാത്തത്? നമുക്ക് പറഞ്ഞുതരാം എന്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞുതരാം. ഇതിൽ ഏത് സ്വഭാവം മക്കളെ എക്സ്പ്രസ് ചെയ്തത്? ടാൾ പ്ലാന്റിന്റെ സ്വഭാവം എക്സ്പ്രസ് ചെയ്തത്. അതിന് സൂചിപ്പിക്കുന്ന അല്ലേതാ? ക്യാപിറ്റൽ ടി എന്ന് പറയും. ഈ ക്യാപിറ്റൽ ഇവന്റെ സ്വഭാവം ഏതാ? ഡോട്ട് പ്ലാന്റ്. അതുകൊണ്ട് ഇവന്റെ സ്വഭാവം മാത്രം എക്സ്പ്രസ് ആയി. That is why ഈ ക്യാപിറ്റൽ ടീന്റെ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തത്. ഏത് സ്വഭാവമാണ് എക്സ്പ്രസ് ചെയ്തത്? ടാൾ പ്ലാന്റ് ആണ് എക്സ്പ്രസ് ചെയ്തത്. ദാറ്റ് ഈസ് കാൾഡ് ഡോമിനന്റ് എന്ന് പറയും. മലയാളത്തിൽ പറയും പ്രകട ഗുണം എന്ന് പറയും. ഇതിൽ ആരുടെ സ്വഭാവം മറഞ്ഞിരിക്കുന്നത്? ഡ്വാർഫ് പ്ലാന്റിന്റെ സ്വഭാവം മറഞ്ഞിരിക്കുന്നത്. ഓന്റെ സ്വഭാവം എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ വിളിക്കുന്ന പേരാണ് റെസസീവ് എന്ന് പറയും. എന്ത്? റെസസീവ്. ആദ്യം ഈ കഥ മനസ്സിലായതിനു ശേഷം നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പൊ ഈ ക്രോസിനെ വിളിക്കുന്ന പേരെന്താ? മോണോഹൈബ്രിഡ് ക്രോസ്. ഇറ്റ് ഈസ് എ ക്രോസ് ഇൻവോൾവിംഗ് two forms of a single character. It is the simplest cross performed by the Mendel. എന്തിനു വേണ്ടി? To study the inheritance of a one gene എന്ന് പറഞ്ഞു. ടാൾ പ്ലാന്റ് എടുത്തു. ടാൾ പ്ലാന്റ് is the phenotype. Capital T is the genotype. ഡോട്ട് പ്ലാന്റ് എടുത്തു. സ്മോൾ ടി ആണ് genotype. ഇങ്ങനെ ക്രോസ് ചെയ്തു എന്തായി മാറി? ടാൾ പ്ലാന്റ് ആയി. എന്നതിന് ശേഷം എന്ത് ചെയ്തു? എല്ലാ ചെടികളും പ്ലാന്റ്. ഇതിനകത്ത് നിന്നുണ്ടാകുന്ന എല്ലാ ചെടികളും എന്താണ്? ടാൾ പ്ലാന്റ്. ഇതെന്താണ്? ഹോമോസൈഗസ്. ഇതെന്താണ്? ഹോമോസൈഗസ്. അപ്പൊ ഇതിനകത്ത് ആകെ ഒരു ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുള്ളൂ, ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഗാമീറ്റ് ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ആകെ ഒരു ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുള്ളൂ, സ്മോൾ ടി എന്ന് പറയുന്ന ഗാമീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ചോദിക്കട്ടെ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എത്ര ഗാമീറ്റ് ഉണ്ടാവും? രണ്ട് ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. ഏതൊക്കെ? ക്യാപിറ്റൽ ആർ ഉണ്ടാവും, സ്മോൾ ആർ ഉണ്ടാവും. ഇതിന്റെ അർത്ഥം ഈ ചെടിയിനകത്ത് നിന്നുണ്ടാകുന്ന ഗാമീറ്റിനകത്ത് ക്യാപിറ്റൽ ആർ ആയിരിക്കും, അല്ലെങ്കിൽ അതായത് പകുതി ഗാമീറ്റിനകത്ത് ക്യാപിറ്റൽ ആർ, പകുതി ഗാമിനകത്ത് എന്തായിരിക്കും? സ്മോൾ ആർ ആയിരിക്കും. നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇത് നോക്കൂ. അപ്പൊ ഇതാണ് എല്ലാം എന്ത് ചെടികളാണ്? ടാൾ. അപ്പൊ നേരെ എഴുതി വെക്കുക. ഇതെന്താണ്? F1 ആണ്. ഇത് നേരെ ഗാമീറ്റിന് നിർബന്ധമായി നിങ്ങൾ വട്ടടണം. സാധാരണ ചില ബുക്കിൽ കാണുന്ന നമ്മൾ വട്ടട്ട് പഠിക്കുക. NCERT-നകത്ത് അങ്ങനെയാണ്. അപ്പൊ ആദ്യം ടാൾ പ്ലാന്റ് എഴുതി, ഡോർഫ് പ്ലാന്റ് എഴുതി, ജീനോടൈപ്പ് എഴുതി, അതിന്റെ തൊട്ടുതായ ഗാമീറ്റ് എഴുതി വട്ടം വരയ്ക്കുക. വട്ടം വരയ്ക്കണ ഗാമീറ്റിന് ഇവിടെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഈ വട്ടം വരയ്ക്കരുത്. ഓക്കെ. അതിനുശേഷം എന്തായി? ടാൾ പ്ലാന്റ്. ഈ ടാൾ പ്ലാന്റ് അദ്ദേഹം രണ്ടാമത്തെ തലമുറ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഓർമ്മയുണ്ടല്ലോ, ഒന്ന് ടാൾ പ്ലാന്റ് എടുത്തു, ഡോർഫ് പ്ലാന്റ് എടുത്തു. ആ ടാൾ പ്ലാന്റും ഡോർഫ് പ്ലാന്റും അദ്ദേഹത്തിന് കൂടി ചേർന്നപ്പോ എല്ലാ ചെടികളും എന്ത് ചെടികളായി? ടാൾ പ്ലാന്റ്. ആ ടാൾ പ്ലാന്റ് അദ്ദേഹം എങ്ങനെയാണ് രണ്ടാം തലമുറ ഉണ്ടാക്കിയത്? യെസ്, സെൽഫ് പോളിനേഷൻ അല്ലെ? സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് വഴിയാണ് അദ്ദേഹം രണ്ടാം തലമുറ ഉണ്ടാക്കിയത്. നോക്കാം എങ്ങനെയാണ് സെൽഫ് പോളിനേഷൻ. ഈ ചെടി എടുത്തു, ടാൾ പ്ലാന്റ് എടുത്തു. ഇതേ ചെടി അതിലെ പോളൻ ഗ്രെയിൻ അതിലേക്ക് തന്നെ പതിപ്പിച്ചു. അതാണ് രണ്ട് പ്രാവശ്യം ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് ഒരിക്കലും ഇങ്ങനെ വായിക്കരുത്. ഞാൻ എപ്പോഴും പറഞ്ഞ ടി 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 എല്ലാം ടി ആണ്. അപ്പൊ ഈ ചെടിയിലെ പരാഗരേണുക്കൾ അതിലേക്ക് തന്നെ പതിപ്പിക്കുക. അതാണല്ലോ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതെന്ത് ചെടിയാണ് മക്കളെ? പറയൂ, ഇതെന്ത് ചെടിയാണ്? ടാൾ പ്ലാന്റ് ആണ്. ഇതെന്ത് ചെടിയാണ്? ടാൾ പ്ലാന്റ് ആണ്. ഇനി എന്താ സംഭവം? ആലോചിച്ചു. ഇതേപോലെ തന്നെ ഗാമീറ്റ് എഴുതുക, ഗാമീറ്റ് എഴുതുക, ഗാമീറ്റ്. ഇത് ഹോമോസൈഗസോ ഹെട്രോസൈഗസോ?
ഹെട്രോസൈഗസ്. കാരണം ഈ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന രണ്ട് അലീലും ഡിഫറന്റ്. അപ്പൊ രണ്ട് ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. ഒന്നിൽ ക്യാപിറ്റൽ ടി ആയിരിക്കും, ഒന്നിൽ സ്മോൾ ടി ആയിരിക്കും. ഇതും അതേപോലെ തന്നെ ഒന്നിൽ ക്യാപിറ്റൽ ടി ആയിരിക്കും, ഒന്നിൽ എന്താ സ്മോൾ ടി ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒന്നാം തലമുറയിൽ എന്താ ഇവന്റെ സ്വഭാവം എക്സ്പ്രസ് ചെയ്യാതെ. അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് അതിപ്പോ പറയാൻ കഴിയൂല, ലാസ്റ്റേ പറയുള്ളൂ. എപ്പിസോഡിന്റെ ലാസ്റ്റ് എപ്പിസോഡിൽ മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ എന്താ ഇതിന്റെ കേസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത സ്വഭാവം എക്സ്പ്രസ് ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്യേ ടാൾ പ്ലാൻ ദാറ്റ് ഈസ് കാൾഡ് ഡോമിനന്റ്. അതിനെ വിളിക്കുന്ന പേര് ഡോമിനന്റ്. ആരുടെ സ്വഭാവം കാണുന്നില്ല? ഡ്വാർഫ് പ്ലാൻ. അതുകൊണ്ട് അതിനെ വിളിക്കാം റെസസീവ്. അപ്പൊ ഇതും ടാൾ പ്ലാൻ ആണ്, ഇതും ഡ്വാർഫ് പ്ലാൻ ആണ്. എന്നിട്ട് ഇത് ഹെട്രോസൈഗസ് ആണ്, ഇത് ഹെട്രോസൈഗസ് ആണ്. അപ്പൊ ഈ ചെടിയിൽ നിന്ന് രണ്ട് ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. ഒന്ന് ക്യാപിറ്റൽ ടി അടങ്ങിയത്, ഒന്ന് സ്മോൾ ടി അടങ്ങിയത്. ഇതിലും അതേപോലെ ക്യാപിറ്റൽ ടി അടങ്ങിയത്, സ്മോൾ ടി അടങ്ങിയത്. ഇനി നമുക്കൊന്ന് ക്രോസ് ചെയ്തോ. ജസ്റ്റ് ഗസ്, ഈ ഗാമീറ്റ് ഇതിനകത്തേക്ക് പോയാൽ എന്തായിരിക്കും ഉണ്ടാവും മക്കളെ? ക്യാപിറ്റൽ ടി. അത് എന്ത് ചെടിയായിരിക്കും? ടാൾ പ്ലാന്റ് ആയിരിക്കും. ഇത് എത്രാമത്തെ തലമുറയാണ് മക്കളെ? F2, രണ്ടാം തലമുറയാണ്. അപ്പൊ ഒന്നാം തലമുറ രണ്ടാം തലമുറ നടത്തിയ ഏത് പോളിനേഷൻ വഴിയാണ്? സെൽഫ് പോളിനേഷൻ വഴിയാണ് അല്ലെ? ഒരു മിനിറ്റ്, സെൽഫ് പോളിനേഷൻ വഴിയാണ്. അപ്പൊ ഇത് ഹെട്രോസൈഗസ് ആയതുകൊണ്ട് രണ്ട് ഗാമീറ്റ്. ചാൻസുകളാണ് പറയുന്നത്. ഈ ഗാമീറ്റ് ഇതിനകത്തോട്ട് കയറിയാൽ എന്ത് പ്ലാന്റ് ആയിരിക്കും? ടാൾ പ്ലാന്റ് ആയിരിക്കും. ഇനി അടുത്തത് ആദ്യം ഇത് ഇതിലേക്ക് കയറി. ഇനി അടുത്ത് ഇത് ഇതിനകത്തോട്ട് കയറി പോയാൽ എന്തായിരിക്കും ഉണ്ടാവുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി. നോക്കി നോക്കൂ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതും എന്ത് ചെടി ആയിരിക്കും മക്കളെ? ടാൾ പ്ലാന്റ് ആയിരിക്കും. അതും എന്തായിരിക്കും? ടാൾ പ്ലാന്റ്. ഇനി അടുത്ത് നോക്കുക, ഇവൻ ഇതിനകത്തോട്ട് കയറിയാലും എങ്ങനെയായിരിക്കും? സ്മോൾ ടി ക്യാപിറ്റൽ ടി അല്ല, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരിക. അതും എന്ത് ചെടിയായിരിക്കും? ടാൾ പ്ലാന്റ് ആയിരിക്കും. ഇനി ഇങ്ങനെ വന്നാലോ, ഇത് ഇതിനകത്തോട്ട് കയറിയാൽ എങ്ങനെയായിരിക്കും? സ്മോൾ ടി ആയിരിക്കും. അത് എന്തായിരിക്കും? ഡ്വാർഫ് പ്ലാന്റ് ആയിരിക്കും. എന്തായിരിക്കും? ഡ്വാർഫ് പ്ലാന്റ് ആയിരിക്കും. അപ്പൊ എത്ര ടാൾ പ്ലാന്റ് നമുക്ക് F2 കിട്ടി? 3 ടാൾ പ്ലാന്റും കിട്ടി. 3 ടാൾ പ്ലാന്റ് കിട്ടി, ഒരു ഡ്വാർഫ് പ്ലാന്റും കിട്ടി. 3 ടാൾ പ്ലാന്റ് കിട്ടി, ഒരു ഡ്വാർഫ് പ്ലാന്റ് കിട്ടി. ഇതിനെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ഫീനോടിപ്പിക് റേഷ്യോ. കാരണം ഇത് ക്യാരക്ടർ ആണല്ലോ, ക്യാരക്ടർ അല്ലേ? ഇത് ക്യാരക്ടർ ടാൾ പ്ലാന്റ് ഡ്വാർഫ് പ്ലാന്റ്. അത് ക്യാരക്ടർ അല്ലേ? ഒരു ട്രെയ്റ്റ് അല്ലേ? ഒരു സ്വഭാവമല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ക്യാരക്ടർ സമം ട്രെയ്റ്റ് കൺഫ്യൂഷൻ ആവണ്ട എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞത്. തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ക്യാരക്ടറും ട്രെയ്റ്റ് ഒക്കെ ഏകദേശം ഒന്നുള്ള രൂപത്തിൽ വയ്ക്കുക. അത് ഡിഫറെന്റ് ആണ്, തിയററ്റിക്കലി അത് ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ തൽക്കാലം ക്യാരക്ടറും ട്രെയ്റ്റും ഒന്നാണ് മനസ്സിലാക്കിയിട്ട് എന്റെ ഒപ്പം വാ. അപ്പൊ ഇത് 3 ടാൾ പ്ലാന്റ് ആണ്, ഒരു ഡ്വാർഫ് പ്ലാന്റ് ആണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ഇസ് എ ക്യാരക്ടർ. അതിന്റെ ആൾട്ടർനേറ്റീവ് ഫോമില് ടാള് ഡ്വാർഫ്, അതാണ് ട്രെയ്റ്റ്. അപ്പൊ 3 സ്വഭാവങ്ങളായിരിക്കും ടാള്. അപ്പൊ 3 ടാള്, ഒരു ഡ്വാർഫ്. അതാണ് മോണോ ഹൈബ്രിഡ് ഫീനോടിപ്പിക് റേഷ്യോ. സ്ക്രീനിൽ കാണാം മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോടിപ്പിക് റേഷ്യോ 3:1. ഇനി മോണോ ഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോ നോക്കാം. എന്ത് ജീനോടൈപ്പ്? ഇതിലേതാ ജീനോടൈപ്പ്? ഇതല്ലേ ജീനോടൈപ്പ്, ഇതല്ലേ ഫീനോടൈപ്പ്. എത്ര ക്യാപിറ്റൽ ടി ഉണ്ട്? 1. എത്ര ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്? 2. എത്ര സ്മോൾ ടി ഉണ്ട്? 1. അപ്പൊ എന്താ റേഷ്യോ? 1:2:1. ഈ 1:2:1 ആണ് മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ. മനസ്സിലായില്ല? ഇതല്ലേ ക്യാരക്ടർ, ഇതാണല്ലോ ഫീനോടൈപ്പ്. എത്ര ടാൾ പ്ലാന്റ് ഉണ്ട്? 1, 2, 3 ടാൾ പ്ലാന്റ്, ഒരു ഡ്വാർഫ് പ്ലാന്റ്. അത് ഫീനോടൈപ്പ് 3:1. എത്ര ജീനോടൈപ്പ് ഉണ്ട്? എത്ര ക്യാപിറ്റൽ ടി? 1. എത്ര ക്യാപിറ്റൽ സ്മോൾ ടി? 2. എത്ര സ്മോൾ ടി 1. അപ്പൊ 1:2:1. അതാണ് എന്തെന്ന് പറയുന്നത്? ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നത്. അപ്പൊ മോണോ ഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ 3:1 ആണ്. മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ എന്താണ്? 1:2:1 ആണ്. മോണോ ഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ 3:1 ആണ്. മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ എന്താണ്? 1:2:1 ആണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കേസിൽ ഇങ്ങനെ ഒരു ക്രോസ് നടത്തി കഴിഞ്ഞാൽ ഡ്വാർഫ് പ്ലാന്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 1/4 അല്ലേ? ടാൾ പ്ലാന്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 3/4. 3 ഔട്ട് ഓഫ് 4. മനസ്സിലായി വിചാരിക്കുന്നു അല്ലെ? ഇനി ഇങ്ങോട്ട് ഹോമോസൈഗസ് കിട്ടാനുള്ള ചാൻസ് എന്താ? ഹോമോസൈഗസ് 2/4. ഇതും ഹോമോസൈഗസ് 1/2 അല്ലേ? ഇനി ഹെട്രോസൈഗസ് കിട്ടാനുള്ള സാധ്യത എന്താ? 2/4. അതും 1/2.
അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്. മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? 1:2:1 ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ക്യാപിറ്റൽ സ്മോൾ ടി ഇത് കഴിഞ്ഞ് ഉടനെ ഗാമീറ്റ് ചെയ്ത ഗാമീറ്റ് വട്ടത്തിൽ എഴുതാം. ഇത് ഹോമോസൈഗസ് ആയതുകൊണ്ട് ഒരേ അലിയിൽ, ഇത് ഹോമോസൈഗസ് ആണ് ഒരേ അലിയിൽ, ഇത് രണ്ട് കൂടി ചേർന്ന് ഒന്നാം തലമുറ ഉണ്ടായി. അതെല്ലാം ടാൾ പ്ലാൻ ആണ്. ഇതിനെ സെൽഫ് പോളിനേഷൻ നടത്തിയതുകൊണ്ട് 2 പ്രാവശ്യം എഴുതി. ഇത് ഹെട്രോസൈഗസ് ആയതുകൊണ്ട് 2 ഡിഫറെന്റ് ഗാമീറ്റ് ആണ്. ഇതിനകത്തോട്ട് എഴുതി, ഇതിനകത്തോട്ട് എഴുതി. ഇതും ഹെട്രോസൈഗസ് ആണ്. അപ്പൊ ഈ അലിയിൽ ഇതിനകത്തോട്ട് എഴുതി, ഈ അലിയിൽ ഇതിനകത്തോട്ട് എഴുതി. ഇനി എന്താണ്? ഇവൻ ഇതിനകത്തോട്ട് കയറാൻ ടാൾ പ്ലാൻ ആണ്, ഇവൻ ഇതിനകത്തോട്ട് കയറാൻ ടാൾ പ്ലാൻ ആണ്, ഇവൻ ഇതിനകത്തോട്ട് കയറാൻ ടാൾ പ്ലാൻ ആണ്, ഇവൻ ഇതിനകത്തോട്ട് കയറാൻ ഡോട്ട് പ്ലാൻ ആണ്. അപ്പൊ റേഷ്യോ എന്താ? 3:1 ആണ്. എന്താണ്? 3:1 ആണ്. ഇത്രയും കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു. മോണോ ഹൈബ്രിഡ് ക്രോസിലെ ഒന്നാമത്തെ എക്സാമ്പിൾ. അപ്പൊ നമുക്കൊരു 3 എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, അടുത്തത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അടുത്ത ക്രോസ് ഞാൻ കാണിച്ചില്ല, സ്വന്തമായിട്ട് ചെയ്യണം. അപ്പൊ നിർബന്ധമായി ഇതേപോലെ പാറ്റേൺ എഴുതണം. മോണോ ഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ 3:1 ആണ്. മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, കമന്റ് ബോക്സിൽ ചോദിക്കാം. നിർബന്ധമായിട്ടും പഠിക്കാം. അടുത്ത പ്രോബ്ലം ഞാൻ തരട്ടെ. അപ്പൊ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഈ ടാൾ പ്ലാൻ എന്തുകൊണ്ട് സാർ ഇവിടെ ഹോമോസൈഗസ് ചെയ്ത്, ഡോട്ട് പ്ലാൻ എന്തുകൊണ്ട് സാർ ഇവിടെ ഹോമോസൈഗസ് ചെയ്ത്? ഞാൻ പറഞ്ഞില്ലേ, മെന്റൽ നടത്തിയത് എല്ലാം ട്രൂ ബ്രീഡിംഗ് പ്ലാനിലാണ്, ഹോമോസൈഗസ് പ്ലാനിലാണ്, പ്യുവർ ലൈൻ പ്ലാനിലാണ്. അപ്പൊ പ്യുവർ എന്നുള്ള വാക്ക് കേട്ടാൽ ആലോചിക്കുക, അതെന്താണ്? ഹോമോസൈഗസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലെ എങ്ങനെയാണ് ഗ്രിഗർ ജോൺ മെന്റലിന് മനസ്സിലായി അത് ഹോമോസൈഗസ് ആണെന്നുള്ളത്? പറഞ്ഞു തരാം. അടുത്ത എക്സാമ്പിൾ കൂടി കഴിയട്ടെ. എക്സാമ്പിൾ 2 ചെയ്ത് നോക്കൂ. റൗണ്ട് സീഡ് ക്രോസ് റിംഗിൾഡ് സീഡ്. റൗണ്ട് സീഡ് ക്രോസ് റിംഗിൾഡ് സീഡ് ചെയ്തു നോക്കൂ. എന്നെ നോക്കിയിരിക്കല്ല, ചെയ്തു നോക്കൂ. ഇത് ഫീനോടൈപ്പ് ആണോ ജീനോടൈപ്പ് ആണോ? ഫീനോടൈപ്പ്. ഇതോ ഫീനോടൈപ്പ്. നമ്മൾ ജീനോടൈപ്പ് ചെയ്തു. എല്ലാം പ്യുവർ ലൈൻ അല്ലേ, പ്യുവർ ഹോമോസൈഗസ് അല്ലേ. അപ്പൊ ക്യാപിറ്റൽ ആർ. റൗണ്ട് സീഡിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആർ. ഇതിന്റെ സ്മോൾ ലെറ്റർ ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് ക്യാപിറ്റൽ ആർ. നേരത്തെ എങ്ങനെയായിരുന്നു? ടാൾ പ്ലാന്റ് ആയിരുന്നു. ഇവിടെ ഡോട്ട് പ്ലാൻ. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിന്റെ സ്മോൾ ലെറ്റർ ആയിരിക്കും എഴുതേണ്ടത്. ഇനി എന്ത് ചെയ്താ ഇവിടെ നമ്മൾ നല്ല ഭംഗിയിൽ കുറച്ച് ഭംഗി കൂട്ടി എഴുതാണ്. ഗമീറ്റ് എന്ന് എഴുതി. ഗമീറ്റ്. അപ്പൊ ഇതിനെ എന്താക്കി കരുതി? ഒന്നിനെ ഫീമെയിൽ ആക്കി ഒന്നിനെ മെയിൽ ആക്കി കരുതാം. അപ്പൊ ഇതിനകത്തുനിന്ന് ഗാമീറ്റ് ഉണ്ടാവും. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 അലീലുകളും ഒരേപോലെയല്ലേ. അപ്പൊ ഒരേ ഗാമീറ്റ് ഉണ്ടാവും. ആ ഗാമീറ്റിനകത്ത് ആരായിരിക്കും? ക്യാപിറ്റൽ ആർ. ഇതും ഹോമോസൈഗസ് അല്ലേ. അപ്പൊ ഒരൊറ്റ ഗാമീറ്റ് ഉണ്ടാവും, സ്മോൾ ആർ. ഇവൻ ഇതിനകത്തോട് കയറിയാൽ എന്തുണ്ടാവും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അതാണ് F1 എന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതണം. ഓക്കെ, F1. ഇവൻ എന്ത് സ്വഭാവമുള്ളവനാണ്? ഇവൻ സ്വഭാവം എന്താണ്? ഇവന്റെ ക്യാരക്ടർ എന്താണ്? അവന്റെ റൗണ്ട് സീഡിലാണ്. ഇവന്റെ എല്ലാ അതായത് റൗണ്ട് സീഡും റിംഗിൾഡ് സീഡും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം തലമുറ എല്ലാം എന്ത് സീഡുള്ളതാണ്? റൗണ്ട് സീഡ്. ഇതിൽ ആരുടെ സ്വഭാവം പ്രകടമായില്ല? ഇതാ റിംഗിൾഡ് സീഡിന്റെ സ്വഭാവം. അപ്പൊ അവനെ വിളിക്കാം എന്ത്? റെസസീവ്. ആരുടെ സ്വഭാവം പ്രകടമായത്? റൗണ്ട് സീഡ്. അപ്പൊ ഇവനെ വിളിക്കാം ഡോമിനന്റ്. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നപ്പോൾ ഇവനോട് പറഞ്ഞു മര്യാദയ്ക്ക് മിണ്ടാതിരുന്നു, അതിന്റെ സ്വഭാവം ഇവിടെ പ്രകടമാകണ്ട. ഏതുപോലെ അല്ലിക്ക് സ്വർണ്ണാഭരണം വാങ്ങിക്കാൻ പോകാൻ പറഞ്ഞു. അപ്പൊ അല്ലി നമ്മുടെ നകുലേട്ടൻ നമ്മുടെ ഗംഗനോട് പറഞ്ഞ എന്താ? പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗംഗ എന്തു പറഞ്ഞു? അയോഗ്യ നായ ഉന്നക്ക് ദുർഗാഷ്ടമി. അതേമാതിരി മക്കളെ, ഇതാണ് നകുലേട്ടൻ, ഇതാണ് ഗംഗ. ഇതിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. അപ്പൊ ഇവന്റെ സ്വഭാവം മാത്രം പ്രകടമായി. ഇവനെ വിളിക്കാം എന്ത് പ്ലാന്റ്? ടാൾ പ്ലാന്റ്. ഇതാണ് ഡോമിനന്റ്. ഇതാണ് എന്ത്? റെസസീവ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ റൗണ്ട് സീഡാണ് ഇത്. എന്ത് സീഡ്? റൗണ്ട് സീഡ്. ഇതാണ് ഒന്നാം തലമുറ. ഇതിന്ന് എങ്ങനെ 2ാം തലമുറ ഉണ്ടാക്കാം? ഈ ചെടി എടുത്തു, അതിലെ പരാഗരണുക്കൾ അതിലേക്ക് തന്നെ പതിപ്പിച്ചു അല്ലെ. അപ്പൊ ഇതിനകത്ത് ഞാൻ എന്ത് എഴുതി? ഗമീറ്റ് എഴുതി. എന്താണ്? ഇതിലെ പരാഗരണുക്കൾ അതിലേക്ക് തന്നെ പതിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് 2 പ്രാവശ്യം എഴുതിയത്. കാര്യം മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഹോമോസൈഗസ് ഹെട്രോസൈഗസ്. അപ്പൊ 2 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. അതിനകത്ത് ഒന്നില് ക്യാപിറ്റൽ ആർ ആയിരിക്കും, ഒന്നില് സ്മോൾ ആർ ആയിരിക്കും. അതായത് ഇതിനകത്ത് നിന്നുണ്ടാകുന്ന ഗാമീറ്റ് ഒരു 100 ഗാമീറ്റ് ഇതിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അല്ല അൺബാണത്തിൽ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന അല്ലല്ലോ, അൺബാണ സ്മോൾ. ഇതിൽ 100 ഗാമീറ്റിലും എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ. കാരണം ഇതെന്താണ്? ഹോമോസൈഗസ്. ഇതെന്താണ്? ഹെട്രോസൈഗസ്. ഇനി പറയൂ, ഇവിടെ എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ ഉണ്ടാവും, സ്മോൾ ആർ ഉണ്ടാവും. വേഗത്തിൽ ചെയ്യരുത്, ഒരിക്കലും വേഗത്തിൽ ചെയ്യരുത്. ഇഷ്ടംപോലെ സമയം എക്സാം ഉണ്ടാവും. നിർബന്ധമായും ഓരോ സ്റ്റെപ്പുകൾ കേട്ട് ചെയ്യുക. പിന്നെ പെട്ടെന്ന് ചെയ്ത സമ്മാനം ഒന്നും കിട്ടില്ലല്ലോ. ഓക്കെ,
മാർക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ആയി ഗാമീറ്റിന് വട്ടണം F1 എന്ന് എഴുതണം, ക്യാരക്ടർ ഇവിടെ എഴുതണം, ക്യാരക്ടർ എഴുതണം, റൗണ്ട് സീഡ് ഇവിടെ എഴുതിയിട്ടില്ല, സോറി, അപ്പൊ എനിക്ക് മാർക്ക് കിട്ടില്ല. വ്യക്തമായി നല്ല ഭംഗിയിൽ എഴുതാം. റൗണ്ട് സീഡ് എന്ന് എഴുതി, ഇവിടെ റൗണ്ട് സീഡ് എഴുതി, ഇവിടെ റൗണ്ട് സീഡ് എഴുതി. ഇനി എന്താ സംഭവിക്കുക? ഈ ഗാമീറ്റ് ഇതിനകത്തോട്ട് കടന്നാൽ എന്ത് സംഭവിക്കും? ഈ ഗാമീറ്റ് ഇതിനകത്തോട്ട് കയറിയാൽ എന്തുണ്ടാകും? ക്യാപിറ്റൽ ആർ എന്നുണ്ടാവും. ഇത് എത്രാം തലമുറയാണ് മക്കളെ? F1, സോറി F2. ഇവന്റെ സ്വഭാവം എന്താണ്? റൗണ്ട് സീഡാണ്. എന്ത് സീഡാണ്? റൗണ്ട് സീഡ്. ഈ റൗണ്ട് സീഡ് എന്ന് പറഞ്ഞാൽ ഫീനോടൈപ്പോ ജീനോടൈപ്പോ? ഫീനോടൈപ്പ്. ക്യാപിറ്റൽ ജീനോടൈപ്പ്. ഇനി ഇവൻ ഇതിനകത്തോട്ട് കയറിയാലോ? ഇവൻ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതെന്താ? ജീനോടൈപ്പോ ഫീനോടൈപ്പോ? ജീനോടൈപ്പ്. ഇതിന്റെ സ്വഭാവം എന്താണ്? റൗണ്ട് സീഡ്. ഇതെന്താണ്? ഫീനോടൈപ്പ്. ഇനി ഇവൻ ഇതിനകത്തോട്ട് കയറിയാലോ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവന്റെ സ്വഭാവം എന്താണ്? റൗണ്ട് സീഡ് തന്നെയാണ്. കാരണം ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നപ്പോ ഇവൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നപ്പോ ഈ സ്വഭാവം ഡോമിനേറ്റ് ചെയ്തു. അതിന്റെ സ്വഭാവം എന്താ? റൗണ്ട് സീഡ്. ആരുടെ സ്വഭാവം വന്നില്ല? റിംഗിൾഡ് സ്വഭാവം വന്നിട്ടില്ല. ഇനി നോക്ക്, ട്വിസ്റ്റ്. ഈ ഗാമീറ്റ് ഇതിനകത്തോട്ട് പോയാൽ എന്ത് സംഭവിക്കും? രണ്ടുണ്ടാവും, സ്മോൾ ആർ ഉണ്ടാവും. ഇവന്റെ സ്വഭാവം എന്താണ്? റിംഗിൾഡ് സീഡ്. എന്താണ് റിംഗിൾഡ് സീഡ്? അതായത് 3 റൗണ്ട് സീഡും കിട്ടി, 1 റിംഗിൾഡ് സീഡും കിട്ടി. ഇത് ഫീനോടിപ്പിക് റേഷ്യോ ആണോ ജീനോടിപ്പിക് റേഷ്യോ ആണോ? ഫീനോടിപ്പിക് റേഷ്യോ. ഇതിന്റെ ജീനോടിപ്പിക് റേഷ്യോ എത്രയാ? ക്യാപിറ്റൽ ആർ 1, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ 2, സ്മോൾ ആർ 1. അപ്പൊ ജീനോടിപ്പിക് റേഷ്യോ എന്താ? 1:2:1. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇതിൽ 1ാം തലമുറയിൽ കാണാത്ത ഏത് സ്വഭാവമാണ് മക്കളെ 2ാം തലമുറയിൽ കണ്ടത്? റിംഗിൾഡ് സീഡ്. അത് വന്ന വഴി നോക്കൂ മക്കളെ, ഈ സ്മോൾ ആർ ഇതിലേക്ക് എത്തി, ആ സ്മോൾ ആർ മക്കളെ ഇതുവഴിയും കൂടി ചേർന്നിട്ട് ഈ തലമുറയ്ക്ക് എത്തി. അപ്പൊ എന്തോ ഒരു സാധനം പോകുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായല്ലോ. ആ സാധനത്തിന്റെ പേര് മെന്റൽ വിളിച്ചെന്താണ്? ഫാക്ടർ. അത് ആക്ച്വലി അലീലാണ്. നമ്മളിപ്പോ വിളിക്കുന്ന പേരെന്താണ്? ജീൻ എന്നാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചെയ്തു പഠിക്കുക, നിർബന്ധമായിട്ടും ചെയ്തു പഠിക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആയ സാധനം ഇതാണ്. മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എന്താ? 3:1. മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ എന്താ? 1:2:1. ഇതൊക്കെ ഫീനോടൈപ്പ് ആണ്. ഇതൊക്കെ എന്താണ്? ജീനോടൈപ്പ് ആണ്. ഗാമീറ്റിന് വട്ടടണം നിർബന്ധമാണ്. 1ാം തലമുറ എല്ലാം എന്ത് സീഡാണ്? റൗണ്ട് സീഡാണ്. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇത് ഒരു പ്രോബ്ലം കൂടി തരാം, അത് സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്തു നോക്കുക. നല്ല എളുപ്പമാണ്. പിന്നെ ഇങ്ങനെ സ്പീഡ് കൂടും. ആദ്യം കുറച്ച് സ്ലോ ആയിരിക്കും, പിന്നെ നന്നായിട്ട് സ്പീഡ് കൂടും. ഓക്കെ. ഇനി 3ാമത്തെ എക്സാമ്പിൾ ചെയ്യാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ. ഞാൻ ചെയ്തതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ. നോക്കൂ, ഇവിടെ നോക്കൂ. ഇൻഫ്ലേറ്റഡ് പോളും, എക്സാമ്പിൾ 3, ഇൻഫ്ലേറ്റഡ് പോളും കൺസ്ട്രക്റ്റഡ് പോളും. പോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് ആരെ കാണാം? സീഡ് കാണാം. ഇൻഫ്ലേറ്റഡ് പോളും കൺസ്ട്രക്റ്റഡ് പോളും ക്രോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇൻഫ്ലേറ്റഡ് പോളിന് വേറെ പേരാണ് ഫുള്ള്. അപ്പൊ നമ്മൾ സാധാരണ ഏറ്റവും ഐ എന്ന് വെച്ച് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി ഫുള്ളിന്റെ F ഉപയോഗിച്ച് ചെയ്യാം. F ക്രോസ് സ്മോൾ f ചെയ്ത് നോക്കൂ. എന്തായിരിക്കും ഉത്തരം എന്ന് പറയൂ. വീഡിയോ പോസ് ചെയ്യൂ. എന്നിട്ട് ചെയ്തതിന് ശേഷം ഉത്തരം എന്താ കിട്ടുന്നെന്ന് പറയൂ. എന്താ ഈ ഉത്തരം കിട്ടിയോ? ഇതേപോലെ ഉത്തരം കിട്ടിയോ? പോസ് ചെയ്തിട്ടെന്നല്ലേ കാണുന്നത്? പോസ് ചെയ്തിട്ട് കാണും മക്കൾ. എന്നിട്ട് നോക്ക്, കോപ്പി അടിക്കല്ലേ. ഓക്കെ. ഇൻഫ്ലേറ്റഡ് തൽക്കാലം നമ്മൾ ഫുൾ വേറെ പേരുണ്ടല്ലോ, ഫുൾ കൊടുത്തു, കൺസ്ട്രക്റ്റഡ്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഇൻഫ്ലേറ്റഡ് ഉപയോഗിക്കുമ്പോൾ ഐ എന്നുള്ളതും സ്മോൾ ലെറ്ററും നമ്മൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇൻഫ്ലേറ്റ് നമ്മൾ ഫുൾ എന്നുള്ള വാക്കിന് F ഉപയോഗിക്കും. ഓക്കെ. അപ്പൊ ക്യാപിറ്റൽ F ഫോർ ഇൻഫ്ലേറ്റഡ് പോൾ, സ്മോൾ f ഫോർ കൺസ്ട്രക്റ്റഡ് പോൾ. ഓക്കെ. അപ്പൊ 2 ഹോമോസൈഗസ് ആയിട്ട് ഒരു ഗാമീറ്റ് കൂടി ചേർന്നപ്പോൾ എല്ലാം 1ാം തലമുറ F1 ഇൻഫ്ലേറ്റഡ് ആയിട്ട് ഇതിനെ സെൽഫ് പോളിനേറ്റ് നടത്തി. ഇത് ഹെട്രോസൈഗസ് ആയതുകൊണ്ട് 2 ടൈപ്പ് ഗാമീറ്റ്, ക്യാപിറ്റൽ F സ്മോൾ f. ഇത് മെട്രോസൈഗസ് 2 ഗാമീറ്റ്, ക്യാപിറ്റൽ F സ്മോൾ f. ഇവൻ ഇതിനകത്തോട് കയറിയാൽ ഇൻഫ്ലേറ്റഡ്, ഇവൻ ഇതിനകത്തോട് കയറിയ ഇൻഫ്ലേറ്റഡ്, ഇവൻ ഇതിനകത്തോട് കയറിയ ഇൻഫ്ലേറ്റഡ്, ഇവൻ ഇതിനകത്തോട് കയറിയ കൺസ്ട്രക്റ്റഡ്. ആ 2ാം തലമുറയിൽ 3 ഇൻഫ്ലേറ്റഡും കിട്ടി, 1 കൺസ്ട്രക്റ്റഡും കിട്ടി. ഏത് റേഷ്യോ തന്നെയാണ്? 3:1. അപ്പൊ മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോയുടെ റേഷ്യോ എന്താണ്? 3:1. മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ എന്താണ്? 1:2:1. മറക്കരുത്, നിർബന്ധമായിട്ടും അത് പഠിക്കുക. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നതാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ എങ്ങനെ മനസ്സിലായി ഇത് ഹോമോസൈഗസ് ആണെന്നുള്ളത് എങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ടാവും. നേരത്തെ പറയാന്ന് പറഞ്ഞ സാധനല്ലേ, അതാണ് കേട്ടോ ഗ്രിഗർ ജോഹാൻ മെൻഡൽ. ഉദാഹരണമായി പറയാം. ഗ്രിഗർ ജോഹാൻ മെൻഡൽ എടുത്ത ചെടി എന്ത് പ്ലാന്റ് ആണ്? ടാൾ പ്ലാന്റ് ആണ്. ആ ടാൾ പ്ലാന്റ് എല്ലാ ചെടികളും ഏത് ക്യാരക്ടർ ആയിക്കോട്ടെ, സീഡ് ഷേപ്പ് ആയിക്കോട്ടെ, പ്ലാന്റ് ഹൈറ്റ് ആയിക്കോട്ടെ, സീഡ് കളർ ആയിക്കോട്ടെ, പോട് എല്ലാം അദ്ദേഹം ആദ്യത്തെ ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എല്ലാം
ഹോമോസൈഗസ്. മോണോഹൈബ്രിഡ് ക്രോസിന് വേണ്ടി ഉപയോഗിച്ചത് എല്ലാം എന്തായിരുന്നു? ഹോമോസൈഗസുകളാണ് ഉപയോഗിച്ചത്. ഇങ്ങോട്ട് നോക്കൂ, ടാൾ പ്ലാന്റ്. ഈ ടാൾ പ്ലാന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ഡി എന്ന് എഴുതി. ഡ്വാർഫ് പ്ലാന്റിന് നമ്മൾ എങ്ങനെ എഴുതി? സ്മാൾ ടി എന്ന് എഴുതി. മൂപ്പർക്ക് എങ്ങനെ മനസ്സിലായി ഇത് ഹോമോസൈഗസ് ആണ്, ഹെട്രോസൈഗസ് ആണ് എങ്ങനെ മനസ്സിലായി? ഇത് ഹോമോസൈഗസ് ആണ് എങ്ങനെ മനസ്സിലായി? ഹോമോസൈഗസ് ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ ചെടികളും മൂപ്പര് സെൽഫ് പോളിനേഷൻ നടത്തി. മനസ്സിലായില്ല അല്ലെ? ഉദാഹരണമായി പറയാം, അദ്ദേഹത്തിന് കിട്ടിയ ചെടി ടാൾ പ്ലാന്റ് ആണ്. അദ്ദേഹത്തിന് കിട്ടിയ ചെടി എന്ത് പ്ലാന്റ് ആണ് മക്കളെ? ടാൾ പ്ലാന്റ് ആണ്. അതിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആണെന്ന് വിചാരിക്കുക. ഇതിനെ സെൽഫ് പോളിനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ? അതായത് അദ്ദേഹത്തിന് ഒരു ചെടി കിട്ടി. ആ ചെടി എന്ത് പ്ലാൻ ആണ്? ടാൾ പ്ലാൻ ആണ്. അദ്ദേഹത്തിന് അറിയില്ല, സംശയം അത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ. അദ്ദേഹത്തിന് സംശയം ക്ലിയർ ചെയ്യും. അദ്ദേഹം എടുത്തതെല്ലാം എന്ത് ചെടികളാ? ഹോമോസൈഗസ് ആണ്. എങ്ങനെ മനസ്സിലായി? അദ്ദേഹം ആ ചെടി, ആ ടാൾ പ്ലാന്റിലെ പരാഗരേണുക്കൾ അതിലേക്ക് തന്നെ പതിപ്പിച്ചു. ദാറ്റ് പോളിനേഷൻ ഈസ് കോൾഡ് എന്ത് പോളിനേഷൻ? സെൽഫ് പോളിനേഷൻ. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇതിനകത്തുനിന്ന് എന്ത് ഗ്യാമീറ്റ് ഉണ്ടാവും? ക്യാപിറ്റൽ ഡി. ഇതിനകത്തുനിന്ന് എന്ത് ക്യാപിറ്റൽ? ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്ന വിത്ത് എല്ലാം പൂച്ചിക്കാലെല്ലാം എന്ത് ചെടികളാണോ? ടാൾ പ്ലാന്റ്. എത്ര തലമുറ കഴിഞ്ഞാലും അത് എന്ത് ചെടി തന്നെ ആയിരിക്കുണ്ടാവുക? ടാൾ പ്ലാന്റിനെ വരുള്ളൂ. വേറൊരു ഉദാഹരണമായി പറയാം, അദ്ദേഹത്തിന് കിട്ടിയ ചെടി ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, അദ്ദേഹം എടുത്ത ചെടിയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, എന്ത് പ്ലാന്റ് ആണ്? ടാൾ പ്ലാന്റ്. ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, അദ്ദേഹം അതിന് സെൽഫ് പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? അദ്ദേഹം അതിന് സെൽഫ് പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ നോക്കൂ, കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ട് അല്ലെ. അദ്ദേഹം എടുത്ത ചെടിയുടെ ജീനോടൈപ്പ് ഇതാണെന്ന് വിചാരിച്ചു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അദ്ദേഹം എടുത്ത ചെടിയുടെ ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ സെൽഫ് പോളിനേഷൻ നടത്തിയാൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഇത് ഹെട്രോസൈഗസ് അല്ലെ? രണ്ട് ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാവും. ഒന്ന് ഇതിനകത്തോട് കയറിയാൽ ടാള് കിട്ടും, ഡ്വാർഫും കിട്ടും. അപ്പൊ അദ്ദേഹത്തിന് ടാളും ഡ്വാർഫും കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ ആ വിത്ത് കുഴിച്ചിട്ട് നോക്കിയപ്പോൾ എല്ലാ ചെടികളും ടാളും കിട്ടി, ഡ്വാർഫും കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ചെടി എന്താണെന്നാണ്? ഹെട്രോസൈഗസ് ആണ്. അപ്പൊ അദ്ദേഹം സെൽഫ് പോളിനേഷൻ നടത്തി 2-3 തലമുറ കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാ ചെടികളും ഒരേ ക്യാരക്ടർ ആണ് കിട്ടിയെന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം അത് ഹോമോസൈഗസ് ആണ്, അത് പ്യുവർ ലൈൻ ആണ്, ട്രൂ ബ്രീഡിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലായത്. ഒരു ചോദ്യം കൂടി ചോദിക്കാം. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ചെടി റൗണ്ട് സീഡാണ്. റൗണ്ട് സീഡിന്റെ മുകളിൽ അദ്ദേഹം പരീക്ഷ നടത്തിയപ്പോൾ അദ്ദേഹം എല്ലാം എന്താ ഉപയോഗിച്ച? ഹോമോസൈഗസ് അല്ല ഉപയോഗിച്ചേ അല്ലെ? ഇതേ ചെടിയിലെ പോളൻ ഗ്രെയിനിലേക്ക് പരാഗണ സ്ഥലത്തേക്ക് പതിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? കിട്ടുന്നത് മുഴുവനും എന്ത് സീഡ് ഉള്ളതായിരിക്കും മക്കളെ? റൗണ്ട് സീഡ് അല്ലേ? അങ്ങനെ സെൽഫ് പോളിനേഷൻ വഴി അദ്ദേഹം ഉറപ്പിച്ചു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ചെടി എന്താണെന്നുള്ളത് ഹോമോസൈഗസ് ആണെന്നുള്ളത്. കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രസകരമായിട്ടുള്ള ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേരാണ് പന്നറ്റ് സ്ക്വയർ. ചിലർക്ക് പുന്നറ്റ് സ്ക്വയർ എന്നൊക്കെ പറയും, നമുക്ക് പന്നറ്റ് സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പന്നറ്റ് സ്ക്വയറിനെ കുറിച്ചാണ്. നല്ല എളുപ്പമാണ്. പന്നറ്റ് സ്ക്വയർ എന്താ? പുന്നറ്റ് സ്ക്വയർ എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. നമ്മൾ ഇവരെ പുഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അല്ലെ? ജസ്റ്റ് തമാശക്ക് വേണ്ടി പുഞ്ഞു എന്ന് വിളിക്കാം. അപ്പൊ പന്നറ്റ് സ്ക്വയർ പ്രപ്പോസ് ചെയ്ത ആരാണ്? റെജിനാൾഡ് സി പന്നറ്റ്. ഹി വാസ് എ ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ്. ബ്രിട്ടീഷിലെ ജനിതക ശാസ്ത്രജ്ഞനാണ് ബ്രിട്ടനിലെ ആര് എന്ന് പറയുന്നത്? റെജിനാൾഡ് സി പന്നറ്റ്. അദ്ദേഹം കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമാണ് പന്നറ്റ് സ്ക്വയർ എന്ന് പറയും. എന്താണ് ഈ പന്നറ്റ് സ്ക്വയർ? അത് ഡെഫിനിഷൻ വായിക്കാം. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ടു കാൽക്കുലേറ്റ് ചെയ്യാൻ the probability of സാധ്യതകൾ of all possible genotype of an offspring. ഒരു ഓഫ്സ്പ്രിങ്ങിന്റെ ഏതൊക്കെ ജീനോടൈപ്പ് സാധ്യത ഉണ്ടെന്ന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. in a genetic cross, ഒരു ക്രോസിലൂടെ. ഡെഫിനിഷൻ പഠിക്കുക. It is a graphical representation to calculate the probability of all possible genotype of an offspring in a genetic cross. മനസ്സിലായില്ലല്ലോ? ഇല്ല, ഭയങ്കര സിമ്പിൾ ആണ്. ഞാൻ വരച്ചുതരാം. ഉദാഹരണമായി പറയാണ്, ക്യാപിറ്റൽ ഡി ക്രോസ് സ്മാൾ ടി അല്ലെ? ഇതെന്ത് സ്വഭാവം ഉള്ളതാണ്? ഇതിന്റെ സ്വഭാവം ടാൾ പ്ലാന്റ് ആണ്. ഇതിന്റെ സ്വഭാവം എന്താണ്? ഡ്വാർഫ് പ്ലാന്റ് ആണ്. ഇതെന്ത് ക്രോസ് ആണ്? മോണോഹൈബ്രിഡ് ക്രോസ്. എ ക്രോസ് ഇൻവോൾവിംഗ് 2 forms of a single character അല്ലെ? അതിനുശേഷം നമ്മൾ എന്ത് എഴുതി? ഗാമീറ്റ് എഴുതി. ഏതൊക്കെ ഗാമീറ്റ്? ഇത് ഹോമോസൈഗസ് ആയതുകൊണ്ട് ഇതിനകത്ത് ആകെ ഒരു ഗാമീറ്റ് ഉണ്ടാവുള്ളൂ. അത് ഏതാണ്? ക്യാപിറ്റൽ ടി. ഇത് ഹോമോസൈഗസ് ആയതുകൊണ്ട് ആകെ ഒരു ഗാമീറ്റ് ഉണ്ടാവുള്ളൂ, സ്മോൾ ടി. ഇവൻ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതെന്താണ്? F1 ആണ്. അല്ല മക്കളെ, അതെ. ഇതിന്റെ സ്വഭാവം എന്താണ്?
ടോൾ പ്ലാന്റ് ആണ്. കാരണം ഈ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഇവന്റെ സ്വഭാവത്തെ ഡോമിനേറ്റ് ചെയ്തു. ഇവനാണ് ഡോമിനന്റ്, ടോൾ സ്വഭാവമാണ് ഡോമിനന്റ്. സ്വഭാവം കാണിക്കാത്തത് ഏതാണ്? ഡ്വാർഫ് പ്ലാന്റ്, അതാണ് റോസസി. ഇത്രയും കാര്യം നമുക്കറിയില്ലേ? അറിയാം. ഇനി എന്ത് ചെയ്തു? ഈ ഒന്നാം തലമുറ ഇത് രണ്ടാം തലമുറ ഉണ്ടാക്കി. ഈ ഒന്നാം തലമുറ എങ്ങനെ രണ്ടാം തലമുറ ഉണ്ടാക്കി? ഈ ചെടിയെ നമ്മൾ എടുത്തു, ഇതാ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്തു. എന്താ സെൽഫ് പോളിനേറ്റ് ചെയ്ത്? ആ ചെടിയിലെ ഫ്ലവേഴ്സിലെ പോളിനേറ്റ് അതിലേക്ക് ഇട്ടു. എത്രാം തലമുറ ഉണ്ടാക്കാൻ? രണ്ടാം തലമുറ, F2 ജനറേഷൻ. അപ്പൊ ഇവിടെ ഞാൻ വീണ്ടും എഴുതി എന്ത്? ഗാമീറ്റ്. ഇത് ഹെട്രോസൈഗസ് ആയതുകൊണ്ട് ഇതിനകത്ത് രണ്ട് ഗാമീറ്റ് ഉണ്ടാവും. ഒന്ന് ക്യാപിറ്റൽ ടി അടങ്ങിയത്, ഒന്ന് സ്മോൾ ടി അടങ്ങിയത്. രണ്ട് ടൈപ്പ് ഗാമീറ്റ്. ഇത് മെട്രോസൈഗസ് ആയതുകൊണ്ട് രണ്ട് ഗാമീറ്റാണ്, ക്യാപിറ്റൽ ടി അടങ്ങിയത്, സ്മോൾ ടി അടങ്ങിയത്. പിന്നെ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈ പോളിനെ ഇതിലേക്ക് എത്തിയാൽ ക്യാപിറ്റൽ ടി ഇത് ഇതിലേക്ക് എത്തിയാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് ഇതിലേക്ക് എത്തിയ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതിലേക്ക് എത്തിയ സ്മോൾ ടി സ്മോൾ ടി. അങ്ങനെയല്ലേ ചെയ്തത്? നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഇത് കിട്ടാൻ വേണ്ടി പന്നറ്റ് സ്ക്വയർ ഉപയോഗിക്കാം. അതിനെന്ത് ചെയ്യാം? എത്ര ഗാമീറ്റ് ഇവിടെ ഉണ്ടായി നോക്ക്. ഞാൻ വായിക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ തെറ്റാൻ സാധ്യത. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എത്ര ഗാമീറ്റ് ഉണ്ട്? ഇവിടെ രണ്ടും, ഇവിടെ രണ്ടും. അപ്പൊ 2 ഗുണിക്കണം 2 ബോക്സ് വയ്ക്കുക. ഈ 2 ഗുണിക്കണം 2 ബോക്സ് ബേജാറാവേണ്ട ആവശ്യമില്ല. 2 ബോക്സ് അങ്ങോട്ട്, 2 ബോക്സ് ഇങ്ങോട്ട്. എന്നിട്ട് ഈ ഗാമീറ്റുകൾ മുകളിലേക്ക് എഴുതുക. അതാ ഇവിടെ എഴുതി ക്യാപിറ്റൽ ടി എന്ന് എഴുതി. ഗാമീറ്റ് ആണ് വട്ടണം. ഈ ഗാമീറ്റ് ഇവിടെ എഴുതി സ്മോൾ ടി, ഈ ഗാമീറ്റ് ഇവിടെ എഴുതി, ഈ ഗാമീറ്റ് ഇവിടെ എഴുതി. അപ്പൊ പോസിബിൾ ഗാമീറ്റ് ആണല്ലോ ഇത്. പോസിബിൾ ഗാമീറ്റ് ആവുന്ന ഈ പോസിബിൾ ഗാമീറ്റ് ഈ ബോക്സിന്റെ ടോപ്പ് സൈഡിലും ചെയ്ത ലെഫ്റ്റ് കോളത്തിൽ ചെയ്ത എന്നതിന് ശേഷം എന്ത് ചെയ്ത? ഇതും ഇതും കൂടി ഇതിനകത്ത് ചെയ്ത എന്തായിരിക്കും ഉണ്ടാവുക? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ, ഇതും ഇതും ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതും ഇതും ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതും ഇതും സ്മോൾ ടി സ്മോൾ ടി. അതിനുശേഷം ഇതിന്റെ സ്വഭാവം ഇത് എന്താണ്? ടാൾ പ്ലാന്റ്, ടാൾ പ്ലാന്റ്, ടാൾ പ്ലാന്റ്, ഡ്വാർഫ് പ്ലാന്റ്. അപ്പൊ എന്താ റേഷ്യോ? 3:1. ഇങ്ങനെ ഈ ബോക്സ് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് സ്ക്വയർ എന്ന് പറയുന്നത്? പന്നറ്റ് സ്ക്വയർ. പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് എന്താണ്? റെജിനാൾഡ് സി പന്നറ്റ്. ഹി വാസ് എ ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് ആയിരുന്നു. എന്താ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ടു കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ആൾ പോസിബിൾ ജീനോടൈപ്പ് ഓഫ് എൻ ഓഫ്സ്പ്രിംഗ് ഇൻ ഒരു ജനറ്റിക് ക്രോസിൽ ഏതൊക്കെ സാധ്യതകൾ ജീനോടൈപ്പ് ഉണ്ടാകാം എന്നുള്ളത്. അതിൽ ഗാമീറ്റ്സ് ആർ യൂഷ്വലി റിട്ടൺ ഓൺ ദ ടോപ്പ് റോ ആൻഡ് ലെഫ്റ്റ് കോളം. ഗാമീറ്റ്സ് എപ്പോഴും വരുന്നത് ഓൺ ദ ടോപ്പ് റോ ആൻഡ് ലെഫ്റ്റ് കോളം. എന്നിട്ട് അതിന്റെ റിസൾട്ട് താഴെയുള്ള ബോക്സുകളിൽ എഴുതാറാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ വരക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇങ്ങനെ വരക്കേണ്ട കൺഫ്യൂഷൻ ആയി പോകും. അതിന് പകരം ഇങ്ങനെയും എഴുതാം. ഈ ബോക്സിനെ വിളിക്കുന്ന പേരാ പന്നറ്റ് സ്ക്വയർ. പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് റെജിനാൾഡ് സി പന്നറ്റ്. അപ്പൊ നമ്മൾ എത്ര എക്സാമ്പിളുകൾ പഠിച്ചു? ടാൾ പ്ലാന്റ് പഠിച്ചു, പിന്നെ റൗണ്ടിൻ്റെ പഠിച്ചു, പിന്നെ ഇൻഫ്ലേറ്റഡ് പഠിച്ചു. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ഈ പന്നറ്റ് സ്ക്വയറിന്റെ രൂപത്തിൽ ആ മോണോഹൈബ്രിഡ് ക്രോസ് F2 വരെ ഉണ്ടാക്കണം. ഓക്കെ, തരട്ടെ. ഹിയർ വി ഗോ. നോക്കൂ മക്കളെ, യെല്ലോ സീഡ് ക്രോസ് ഗ്രീൻ സീഡ്. എക്സാമ്പിൾ നമ്പർ 4. ഏത് ക്രോസ് അത്? ഒരു ക്യാരക്ടറിലുള്ളൂ. ഏതാ ക്യാരക്ടർ? സീഡിന്റെ കളർ. അപ്പൊ സീഡിന്റെ കളർ വെച്ചുള്ള ഈ ക്രോസ് എന്ത് ക്രോസ് ആണ്? മോണോഹൈബ്രിഡ് ക്രോസ്. അതിന്റെ 2 ട്രേറ്റുകൾ ഏതൊക്കെ? യെല്ലോയും ഗ്രീനും. ഇതിനെ നമ്മൾ പന്നറ്റ് സ്ക്വയർ രൂപത്തിൽ എഴുതണം. നല്ല എളുപ്പമാണ്, വളരെയധികം സിമ്പിൾ ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഇതിന്റെ ജീനോടൈപ്പ് ചെയ്ത ഇതാണ് ഡോമിനന്റ് ക്യാരക്ടർ അല്ലെ? അപ്പൊ ഈ ഡോമിനന്റിന്റെ യെല്ലോ അല്ലേ? അപ്പൊ ക്യാപിറ്റൽ വൈ ക്രോസ് സ്മോൾ വൈ. എപ്പോഴും ഈ സ്മോൾ വൈക്ക് ഇങ്ങനെ ഒരു ഹുക്ക് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. പ്രൊഡക്റ്റിന്റെ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അപ്പൊ എപ്പോഴും ഇതിന്റെ സ്മോൾ ലെറ്റർ ആയിരിക്കണം എന്തായിട്ട് വരേണ്ടത്? പിന്നെ ഇതിന്റെ സ്മോൾ ലെറ്റർ ആയിരിക്കും റെസസീവ് ആയിട്ട് വരേണ്ടത്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്തു പറയൂ? ഗാമീറ്റ് എഴുതി. ഗാമീറ്റ് ഏതാണ്? ആകെ ഒരു ഗാമീറ്റ് ക്യാപിറ്റൽ വൈ. ഇതിൽ ആകെ ഒരു ഗാമീറ്റ് സ്മോൾ വൈ. ഈ ഗാമീറ്റ് ഇതിനകത്തോട് കയറിയ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അതാണ് ഒന്നാം തലമുറ. ക്യാപിറ്റൽ വൈ സ്മോൾ വൈനെ ഡോമിനേറ്റ് ചെയ്തു. അപ്പൊ ആരുടെ സ്വഭാവം വന്നു? ഈ സ്വഭാവം വന്നു. ആ സ്വഭാവം ഈ കളറിനെ വിളിക്കുന്ന പേരാ എന്ത് കളറുള്ള പ്ലാന്റ് കിട്ടി? യെല്ലോ സീഡ് കളറിനെ കിട്ടി. ഇതൊന്ന് രണ്ടാം തലമുറ ഉണ്ടാക്കാണ്. ഈ ചെടിയുള്ള ഇതിനെ സെൽഫ് പോളിനേഷൻ നടത്തി. അപ്പൊ നമുക്കൊരു ഗാമീറ്റ് കിട്ടി. എത്ര ഗാമീറ്റ് കിട്ടി? 2 ടൈപ്പ്. ഒന്ന് ക്യാപിറ്റൽ വൈ അടങ്ങിയത്, ഒന്ന് സ്മോൾ വൈ അടങ്ങി. ഇതിലും അങ്ങനെ തന്നെ ക്യാപിറ്റൽ വൈ അടങ്ങിയത്, സ്മോൾ വൈ അടങ്ങി. പിന്നെ ഇങ്ങനെ വരയ്ക്കാം. ഞാൻ എന്തിന്റെ രൂപത്തിൽ എഴുതാമെന്ന്? പന്നറ്റ് സ്ക്വയർ. അപ്പൊ എത്ര ഗാമീറ്റ് ഉണ്ട്? 2 ഗാമീറ്റ് ഇവിടെ, 2 ഗാമീറ്റ് ഇവിടെ. അപ്പൊ 2x2 ബോക്സിൽ വരയ്ക്കാം. 2x2 ബോക്സ് വരച്ചു. ഇവിടെ 2, ഇവിടെ 2 ഗാമീറ്റുകൾ ടോപ്പിൽ എഴുതി. ഇതാ ഗാമീറ്റുകൾ ഇവിടെ ക്യാപിറ്റൽ വൈ എഴുതി, സ്മോൾ വൈ എഴുതി, ക്യാപിറ്റൽ വൈ എഴുതി, സ്മോൾ വൈ എഴുതി. അപ്പൊ എങ്ങനെ ഇവിടെ? ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. യെല്ലോ കളറ്, ഗ്രീൻ കളർ. അപ്പൊ ഏതാ റേഷ്യോ?
3:1 എന്ന് കിട്ടി. അപ്പൊ ജീനോടൈപ്പോ ഒരു ക്യാപിറ്റൽ വൈ രണ്ട് ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഒരു സ്മോൾ വൈ സ്മോൾ വൈ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. പന്നറ്റ് സ്ക്വയർ ഈ ബോക്സിനെ വിളിക്കുന്ന പേര് പന്നറ്റ് സ്ക്വയർ. ഇത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? റെജിനാൾഡ് സി പന്നറ്റ്. ഹി വാസ് എ ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ to calculate all possible genotype of an offspring in a genetic cross. It is a graphical representation to calculate the probability of all possible genotype of an offspring എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഡീപ്പ് കാര്യങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ചിത്രം നിങ്ങൾ ഇവിടെ നോക്കൂ. ഇവിടെ ഒരു ചിത്രം വരും. ഓക്കെ, ചിത്രം വേണ്ടേ? ഓക്കെ, ചിത്രം നോക്കൂ. ഇതെന്ത് ക്രോസ് ആണ് മക്കളെ? എന്ത് ക്രോസ് എന്ന് പറയോ? ഇവിടെ നോക്കൂ, രണ്ട് ടാൾ പ്ലാന്റുകൾ കാണാം ഇല്ലേ? രണ്ട് ടാൾ പ്ലാന്റ് അല്ല, ഒരു ടാൾ പ്ലാന്റ് കാണാം, ഒരു ഡോർഫ് പ്ലാന്റ് കാണാം ഇല്ലേ? ഒരു ടാൾ പ്ലാന്റ് ഉണ്ട്, ഒരു ഡോർഫ് പ്ലാന്റ് ഉണ്ട്. ഒന്നാം തലമുറ എല്ലാം എന്ത് ചെടികളായി? ടാൾ പ്ലാന്റ്. ആ ടാൾ പ്ലാന്റ് സെൽഫ് ചെയ്യുന്ന ചിത്രം കണ്ടു. അങ്ങനെ രണ്ടാം തലമുറ ഉണ്ടാക്കി. അതിന് 3 ടാളും കിട്ടി, ഡോർഫും കിട്ടി. ഇറ്റ് ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ്. അതിന് ആൽഫബറ്റിക് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തതാണ് ഇങ്ങനെ നേരത്തെ കാണിച്ചു പോയ ക്യാപിറ്റൽ ഇ സ്മോൾ ടി ഉള്ള കാര്യം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി നോക്കി നോക്കുക. ഇങ്ങനെ ക്യാപിറ്റൽ സ്മോൾ ഇങ്ങനെ കുറെ എക്സാമ്പിളുകൾ നോക്കി നോക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ മെന്റൽ എടുത്ത 7 ക്യാരക്ടറുകൾ ഏതൊക്കെയായിരുന്നു? പ്ലാന്റ് ഹൈറ്റ്, ഇതാ സ്ക്രീനിൽ കാണാൻ നോക്കൂ. പ്ലാന്റ് ഹൈറ്റ്, സീഡ് ഷേപ്പ്, സീഡ് കളർ, പോഡ് ഷേപ്പ്, പോഡ് കളർ, ഫ്ലവർ പൊസിഷൻ. അതിന്റെ ഓരോ വെറൈറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രേറ്റ്. വ്യത്യസ്ത വെറൈറ്റി ആയതുകൊണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്ന് വിളിച്ചു അല്ലെ? വ്യത്യസ്ത വെറൈറ്റി ആയതുകൊണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്ന് വിളിച്ചു. അതിൽ ആദ്യത്തെ ബോക്സിനെ മൊത്തം നമ്മൾ ഡോമിനൻ എന്ന് വിളിച്ചു, രണ്ടാമത്തെ ബോക്സിനെ റെസസീവ് എന്ന് വിളിച്ചു. അപ്പൊ F1 അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യത്തെ ബോക്സിലുള്ളത് മാത്രമായിരിക്കും F1 വരാറുള്ളത്. പിന്നെ രണ്ടാമത്തെ ബോക്സിൽ കൊടുത്ത റെസസീവ് ആണ് എത്രാം തലമുറ എക്സ്പ്രസ് ചെയ്ത്? രണ്ടാം തലമുറ എക്സ്പ്രസ് ചെയ്ത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, എന്താ സ്ഥലത്ത് എന്തുകൊണ്ട് ഒന്നാം തലമുറയിൽ എന്തുകൊണ്ട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഡോർഫ് പ്ലാന്റ് ഒന്നാം തലമുറ എക്സ്പ്രസ് ചെയ്യുന്നില്ല? അതിനൊക്കെ ആൻസർ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്താണ് പറയാൻ കഴിയുള്ളൂ. ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ക്ലാസ് ഫുള്ള് കേട്ടതിന് ശേഷം മാത്രം പിന്നെ അവസാനത്തെ എപ്പിസോഡ്, എത്രാമത്തെ എപ്പിസോഡ് നമ്പറാന്ന് എനിക്കറിയില്ല, കാരണം ഇറ്റ് ഇസ് എ ലോങ്സ്റ്റ് ചാപ്റ്റർ. എപ്പിസോഡ് ഓരോന്നോരോന്നായി കാണുമ്പോൾ അവസാനം എത്തുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ ക്രോസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചല്ലോ. മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്യാൻ പഠിച്ചു. മോണോ ഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ 3:1, മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1. 7 ക്യാരക്ടർ പഠിച്ചു. അതിന്റെ ഓരോ വെറൈറ്റിയും കോൺട്രാസ്റ്റിംഗ് ട്രേറ്റും പഠിച്ചു. അങ്ങനെ മൊത്തം 14 വെറൈറ്റീസ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം പന്നറ്റ് സ്ക്വയർ എന്താ പഠിച്ചു? പന്നറ്റ് സ്ക്വയർ പ്രപ്പോസ് ചെയ്ത റെജിനാൾഡ് സി പന്നറ്റ് ആണ്. ഹി വാസ് എ ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് ആണ്. ഇത്രയും കാര്യം മനസ്സിലായി വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ക് ക്രോസ് ആൻഡ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ബാക്ക് ക്രോസ് ആൻഡ് ടെസ്റ്റ് ക്രോസ്. എന്താണ് ബാക്ക് ക്രോസ്, എന്താണ് ടെസ്റ്റ് ക്രോസ്? ഭയങ്കര എളുപ്പമാണ്, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ആ ബോക്സ് കണ്ടെത്തി അവിടെ പേര് പന്നറ്റ് സ്ക്വയർ, നമ്മൾ വിളിച്ച പേര് പൊന്നുമോൻ അല്ലെ? മുമ്പ് റെജിനാൾഡ് സി പന്നറ്റ്, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. അദ്ദേഹം ഹി വാസ് എ ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് ആയിരുന്നു അല്ലെ? അപ്പൊ എന്താണ് ബാക്ക് ക്രോസ്? അപ്പൊ എക്സാമിന് അതിന്റെ ഡെഫിനിഷൻ ഒക്കെ തന്നിട്ട് എന്താ ചോദിക്കും? ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ടു കാൽക്കുലേറ്റ് ആൾ പോസിബിൾ. അങ്ങനെ തന്നിട്ട് ഇത് എന്താന്ന് നോക്കുമ്പോൾ പന്നറ്റ് സ്ക്വയറിന് ഇതിന് വേണ്ടിയിട്ടാണ്. അത് ഏത് ഉപയോഗിച്ചെന്ന് വെച്ചാൽ പന്നറ്റ് സ്ക്വയർ ആണ് പ്രപ്പോസ് ചെയ്ത ആൾക്കാർ റെജിനാൾഡ് സി പന്നറ്റ് ആണ്. ഹി വാസ് എ ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ബാക്ക് ക്രോസ് എന്താ, ടെസ്റ്റ് ക്രോസ് എന്താ? ഇതൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലേ? അതെ, എ ക്രോസ് ഇൻവോൾവിംഗ് എ ക്രോസ് ബിറ്റ്വീൻ 2 ഫോംസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്ന ക്യാരക്ടറിലെ 2 ഫോംസ്, 2 ട്രൈറ്റുകളായ ടാളിനെയും ഡോർഫിനെയും നമ്മൾ നടത്തുന്ന ക്രോസ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഫോംസിൽ നടത്തുന്ന ക്രോസ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇവിടെ ടാളും ഡോർഫും. ഇതിൽ അങ്ങനെ നമ്മൾ ഗ്യാമീറ്റ് ഉണ്ടാക്കി അത് കൂട്ടിയപ്പോൾ നമുക്ക് എല്ലാ ചെടികളും എന്ത് പ്ലാന്റ് വന്നു മക്കളെ? എല്ലാ പ്ലാന്റുകളും എന്ത് പ്ലാന്റ് ആണ്? ടാൾ പ്ലാന്റ് ആണ് അല്ലെ? ഇനി എന്താണ് ഈ ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ നോക്കുക. എന്താണ് ഈ ബാക്ക് ക്രോസ്? എന്നോട് പറയാണ് ഒരാൾ ബാക്കിലേക്ക് നോക്കൂ. അപ്പൊ ഞാൻ ബാക്കിലോട്ട് തിരിയും. ഈ ബാക്കിലോട്ട് നോക്കൂ, ഇങ്ങോട്ട് തിരിയും. അപ്പൊ എന്താണ് ഈ ബാക്ക്? അപ്പൊ എന്തോ ഒരു വട്ടാണോ എന്നൊക്കെ തോന്നും അല്ലെ? ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഈ ടാൾ പ്ലാന്റിനെ, അതായത് F1 പ്രോജനിയെ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ക്രോസ്. F1 പ്രോജനിയെ ഒന്നെങ്കിൽ ഇവനുമായിട്ടോ അല്ലെങ്കിൽ ഇവനുമായിട്ടോ നടത്തുന്ന ക്രോസ് ആണ് എന്ത് ക്രോസ് എന്ന് പറയുന്നത്? ബാക്ക് ക്രോസ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബാക്ക് ക്രോസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ ആദ്യം ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ്, ക്യാപിറ്റൽ ടി ഇതിനെ ഇതുമായിട്ട് നടത്തിയ ക്രോസ്. അപ്പൊ ഇതിലെ ഗ്യാമീറ്റുകൾ ഏതൊക്കെ ആയിരിക്കും മക്കളെ? ഇവിടെ വരയ്ക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇതിലെ ഗ്യാമീറ്റ്
ഗ്യാമീറ്റുകൾ എന്തൊക്കെയായിരിക്കും? 2 ഗ്യാമീറ്റ് ഉണ്ടാവും. ഇത് ഹെട്രോസൈഗസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി ഉണ്ടാവും, സ്മോൾ ടി ഉണ്ടാവും. ഇതിലോ ക്യാപിറ്റൽ ടി മാത്രം. ഈ ഗ്യാമീറ്റ് ഇതുമായി കൂടി ചേർന്നാൽ ക്യാപിറ്റൽ ടി എല്ലാ ചെടികളും എന്ത് ചെടികളായിരിക്കും? ടാൾ പ്ലാന്റുകളായിരിക്കും. ഇതും കൂടി ചേർന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എല്ലാ ചെടികളും എന്ത് ചെടികളായിരിക്കും? ടാൾ പ്ലാന്റുകളായിരിക്കും. അപ്പൊ എല്ലാ ചെടികളും ഇങ്ങനത്തെ ക്രോസിൽ ടാൾ പ്ലാന്റുകളായിരിക്കും. അപ്പൊ F1 പ്രോജനിയെ ഇതുമായിട്ടോ അതിന്റെ പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ക്രോസ്. ക്രോസിംഗ് ഓഫ് F1 പ്രോജനി വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പാരന്റ്. ഇനി ഇതുമായിട്ട് ക്രോസ് നടത്തി നോക്കൂ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് സ്മോൾ ടി ഇവനുമായിട്ടുള്ള ക്രോസ് ആണ് ഇത്. ഇവനുമായിട്ട് നടത്തുന്ന ക്രോസ്. ഇതെന്താണ് ഗാമീറ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇത് ഹെട്രോസൈഗസ് ആയതുകൊണ്ട് 2 ഗ്യാമീറ്റ്. ഇത് ഹോമോസൈഗസ് ആണ്, ഒരേ ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാവുള്ളൂ. ഇനി നോക്കൂ, ഇതിനകത്തോട് കയറിയാൽ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവൻ എന്തായിരിക്കും? ടാൾ പ്ലാന്റ്. ഇതിനകത്തോട് പോയാൽ സ്മോൾ ടി എന്തായിരിക്കും? ഡ്വാർഫ് പ്ലാന്റ്. അപ്പൊ റേഷ്യോ എന്താണ്? ടാൾ പ്ലാന്റും കിട്ടി, ഡോർഫ് പ്ലാന്റും കിട്ടി. ഏത് റേഷ്യോയില്? 1:1 റേഷ്യോ. ഈ ക്രോസിൽ F1 പ്രോജനി ഇവനുമായിട്ട്. അപ്പൊ എന്താണ് ബാക്ക് ക്രോസ് പഠിച്ചു? F1 പ്രോജനിയെ അതിന് ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാണ് എന്ത് ക്രോസ് എന്ന് പറയുന്നത്? ബാക്ക് ക്രോസ്. F1 പ്രോജനിയെ ഏതെങ്കിലും ഒന്നെങ്കിൽ ഇതുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ടോ നടത്തുന്ന ക്രോസ് ആണ് എന്ത് പറയുന്നത്? ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ടെസ്റ്റ് ക്രോസിനെ കുറിച്ച്. ഇവിടെ കാണാം ടെസ്റ്റ് ക്രോസ്. എന്താണ് ഈ ടെസ്റ്റ് ക്രോസ്? F1 പ്രോജനിയെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. എന്തായിരുന്നു F1 പ്രോജനി? ടാൾ പ്ലാന്റിന് റെസസീവ് ഏതാണ്? നമ്മൾ പഠിച്ചു. ഏതാണ് റെസസീവ്? ഡ്വാർഫ് പ്ലാന്റ്. അപ്പൊ F1 പ്രോജനിയെ അതിന്റെ റെസസീവ് പാരന്റ് ഏതാ? ഇതാണോ? അല്ല, ഇതുമായിട്ട് നടത്തുന്ന ക്രോസ് ആണ് എന്ത് ക്രോസ്? ടെസ്റ്റ് ക്രോസ്. അതല്ലേ ഇവിടെ എഴുതിയത്? അതെ. അപ്പൊ എല്ലാ ടെസ്റ്റ് ക്രോസും എന്ത് ക്രോസ് ആണ്? ബാക്ക് ക്രോസ് ആണ്. പക്ഷെ എല്ലാ ബാക്ക് ക്രോസും എന്തല്ല? ടെസ്റ്റ് ക്രോസ് അല്ല. എല്ലാ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസ് ആണ്, പക്ഷെ എല്ലാ ബാക്ക് ക്രോസും എന്തല്ല? ടെസ്റ്റ് ക്രോസ് അല്ല. F1 പ്രോജനിയെ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസിനെ ബാക്ക് ക്രോസ് എന്നും, F1 പ്രോജനിയെ അതിന്റെ റെസസീവ് പാരന്റ് ഏതാ? ഇവൻ ടാൾ പ്ലാന്റ്. അപ്പൊ അവന്റെ റെസസീവ് ഏതാ? ഡ്വാർഫ് പ്ലാന്റ്. അതുമായിട്ട് നടത്തുന്ന ക്രോസ് ആണ് എന്ത് പറയുന്നത്? ടെസ്റ്റ് ക്രോസ്. വേറൊരു ഉദാഹരണമായി പറയും മക്കളെ. മനസ്സിലാവും കേട്ടോ. വേറൊരു ഉദാഹരണമായി പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പെട്ടെന്ന് ഉദാഹരണമായി റൗണ്ട് സീഡ് ക്രോസ് റിംഗിൾഡ് സീഡ് ഗ്യാമീറ്റ്. അപ്പൊ ഇതെന്താണ്? റൗണ്ട് സീഡ് ക്രോസ് റിംഗിൾഡ് സീഡ്. അപ്പൊ ഇതിലേക്കകത്ത് കയറി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇത് F1 പ്രോജനിയാണ്. എന്ത് സീഡാണ്? റൗണ്ട് സീഡാണ്. ഇതിനെ ഇതുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ക്രോസ്. ഇതുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ക്രോസ്. ഇതിനെ അതേപോലെ ചെയ്ത് നോക്കൂ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ക്യാപിറ്റൽ ആർ. ആദ്യം ഇതുമായി ക്രോസ് ചെയ്തെങ്കിലുണ്ടാവും 2 ഗ്യാമീറ്റ് ഉണ്ടാവും അല്ലെ? ഇതാ ക്യാപിറ്റൽ ആർ ആയി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയി. ഇതും റൗണ്ട്. ഇനി ഇതുമായിട്ട് നടത്തി നോക്കൂ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് സ്മോൾ ആർ. ഗ്യാമീറ്റ് ഒക്കെ എഴുതണേ. ഞാൻ വളരെ സ്പീഡിലാണ് എടുക്കുന്നത്. ക്യാപിറ്റൽ ആർ എഴുതി, സ്മോൾ ആർ എഴുതി, 2 ഗ്യാമീറ്റ് സ്മോൾ ആർ എഴുതി. ഇതിനകത്തോട് കയറിയാൽ റൗണ്ട് ആയിരിക്കും. ഇതിനകത്തോട് കയറിയാൽ റിംഗിൾഡ് ആയിരിക്കും. സ്മോൾ ആർ റിംഗിൾഡ് ആയിരിക്കും. ഇതെന്താ? റൗണ്ട് ആയിരിക്കും. അപ്പൊ എന്താ റേഷ്യോ? 1:1. റൗണ്ടും കിട്ടി, റിംഗിൾഡും കിട്ടി. അപ്പൊ F1 പ്രോജനിയെ ഏതെങ്കിലും ഒരു പാരന്റ് ആയിട്ട് നടത്തുന്ന ക്രോസ് ആണ് ബാക്ക് ക്രോസ്. F1 പ്രോജനിയെ അതിന് റെസസീവ് പാരന്റ് റൗണ്ട് സീഡിന്റെ റെസസീവ് ഏതാണ് മക്കളെ? റിംഗിൾഡ്. അതല്ല ഇത്. അപ്പൊ ഇതുമായിട്ട് നടത്തുന്ന ക്രോസ് ആണ് എന്ത് ക്രോസ്? ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്താണ്? 1:1 ആളെ കാര്യം മനസ്സിലാക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും എന്തിനാണ് ഈ ടെസ്റ്റ് ക്രോസ് നടത്തുന്നത്? അത് പറഞ്ഞുതരാം. അപ്പൊ എന്താണ് ബാക്ക് ക്രോസ്? F1 പ്രോജനിയെ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസ് ആണ് ബാക്ക് ക്രോസ്. F1 പ്രോജനിയെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. അപ്പൊ എല്ലാ ടെസ്റ്റ് ക്രോസും ഇതൊരു ടെസ്റ്റ് ക്രോസ് അല്ലേ? അതെ. ഇതൊരു ബാക്ക് ക്രോസും അല്ലേ? അതെ. പക്ഷെ ബാക്ക് ക്രോസ് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ F1 പ്രോജനിയെ എല്ലാ ടെസ്റ്റ് ക്രോസും എന്ത് ക്രോസ് ആണ്? ബാക്ക് ക്രോസ് ആണ്. പക്ഷെ എല്ലാ ബാക്ക് ക്രോസും എന്ത് ക്രോസ് അല്ല? ടെസ്റ്റ് ക്രോസ് ആണ്. നിങ്ങളുടെ എക്സാമിന് ടെക്സ്റ്റ് ബുക്കിൽ അത് എന്തിനെ കുറിച്ച് മാത്രമാണ്? ടെസ്റ്റ് ക്രോസിനെ കുറിച്ച് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ആരെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്? ടെസ്റ്റ് ക്രോസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു ഫൈൻഡ് അൺനോൺ ജീനോടൈപ്പ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ജീനോടൈപ്പ് കണ്ടെത്താൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന്റെ. ഭയങ്കര രസമാണ്.
ശ്രദ്ധിക്കുക. അപ്പൊ ടു ഫൈൻഡ് അൺനോൺ ജീനോടൈപ്പ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഓർഗാനിസം, നമ്മുടെ കയ്യിൽ ഒരു ജീവി ഉണ്ട് അല്ലെങ്കിൽ ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ക്രോസ് നടത്തുന്നത്? ടെസ്റ്റ് ക്രോസ് നടത്തുന്നത്. ഉദാഹരണമായി പറയാം, എന്റെ കയ്യിൽ ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ ക്യാരക്ടർ എന്താണ്? ടാൾ പ്ലാന്റ് ആണ്. അപ്പൊ അതിന്റെ ജീനോടൈപ്പുകൾ ഏതൊക്കെയാകാം? ക്യാപിറ്റൽ ടി ആകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആകാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഗ്രിഗർ ജോഹൻ മെൻഡൽ എന്ന് വിചാരിക്കുക, ഞാൻ എന്റെ പാടത്തേക്ക് പോയപ്പോൾ നോക്കിയപ്പോൾ എല്ലാ കൃഷിയിടത്തും മൊത്തം എന്ത് ചെടികളാണ്? ടാൾ പ്ലാൻ എടുത്തു. എന്നിട്ട് ആ ടാൾ പ്ലാൻ എടുത്തതിന് ശേഷം ഞാൻ നോക്കി, അയ്യോ ഇതെല്ലാം എന്ത് ചെടികളാണ്? ടാൾ പ്ലാന്റ് ആണല്ലോ. ഇതിന്റെ ജീനോടൈപ്പ് എന്താ അറിയോ? എനിക്കറിയാൻ കഴിയില്ല. അപ്പൊ ഇതിൽ ഏതോ ഒന്നാണ് ഇതിന്റെ ജീനോടൈപ്പ്. അതെനിക്കറിയാം, കാരണം എനിക്ക് മനസ്സിലായി അത് എന്ത് ചെടിയാണ്? ടാൾ പ്ലാൻ. അപ്പൊ ഈ ചെടിയെ ടെസ്റ്റ് ക്രോസ് ചെയ്യുക. എന്താ ഈ ചെടിയെ ടെസ്റ്റ് ക്രോസ്? ഉദാഹരണമായി പറയുക, എനിക്ക് കിട്ടിയ ചെടി ഇതാണ് എന്ന് വിചാരിക്കുക. അതിനെ ഞാൻ ടെസ്റ്റ് ക്രോസ് ചെയ്തു. അതായത് അതിന്റെ ഡ്വാർഫ് ചെടിയിലേക്ക് ടെസ്റ്റ് ക്രോസ് എന്താ? ആ പ്രോജനിയെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുക. കിട്ടിയ ചെടിയെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുക. എന്റെ കയ്യിലൊരു ചെടിയുണ്ട്, ചെടിയുടെ സ്വഭാവം എന്താ? ടാൾ പ്ലാന്റ്. അപ്പൊ അതിന്റെ ജീനോടൈപ്പ് എന്താ? ക്യാപിറ്റൽ ടി ആകാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആകാം. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എനിക്ക് ഏതാണ് കറക്റ്റ് ജീനോടൈപ്പ്, അത് കറക്റ്റ് ആയി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി ഏതാണൊക്കെ ടാൾ പ്ലാന്റ്, അതിന്റെ റെസസീവ് പാരന്റ് ഏതാ? ഡ്വാർഫ് പ്ലാന്റ്. അപ്പൊ ഇതിലെ പരാഗണങ്ങൾ റെസസീവ് പാരന്റ് ഇതിനകത്തേക്ക് ഇടുക. അപ്പൊ എന്ത് കിട്ടി നോക്കി നോക്കൂ. ഇതിന്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാമീറ്റ് ഉണ്ടാവുള്ളൂ ഇതിനകത്ത്, കാരണം ഇത് ഹോമോസൈഗസ്. ഇതിനകത്തും ഒരു ഗ്യാമീറ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് വിത്ത് കിട്ടിയപ്പോൾ കുഴിച്ചിട്ട് നോക്കിയപ്പോൾ എല്ലാ ചെടികളും എന്ത് ചെടികളാണ്? ടാൾ പ്ലാന്റ് ആണ്. എല്ലാ ചെടികളും ടാൾ പ്ലാന്റ് ആണെങ്കിൽ മനസ്സിലാക്കുക, എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പ് ഏതാണ്? ക്യാപിറ്റൽ ടി. മനസ്സിലായോ? വേറൊരു കാര്യം, എന്റെ കയ്യിലുള്ള ചെടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്ന് വിചാരിക്കുക. അതിലെ പരാഗണം അതിനെ ടെസ്റ്റ് ക്രോസ് ചെയ്യാം. എന്റെ കയ്യിലുള്ള ചെടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ അതിനെ ടെസ്റ്റ് ക്രോസ് ചെയ്യുക. ടെസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ അതിന്റെ ഗ്യാമീറ്റിന്റെ പരാഗണങ്ങൾ ഇതിലേക്ക് ഇട്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നോക്കൂ? ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. അതായത് ടാൾ പ്ലാനും കിട്ടി, ഡ്വാർഫ് പ്ലാനും കിട്ടി. ഏത് റേഷ്യോയിൽ? 1:1. അപ്പൊ വിത്ത് കുഴിച്ചിട്ടപ്പോൾ ടാൾ പ്ലാന്റ് കിട്ടി, ഡ്വാർഫ് പ്ലാന്റ് കിട്ടി. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്റെ കയ്യിലുള്ള ചെടി ഏതാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. മനസ്സിലായോ? അതായത് ഒന്നും കൂടി പറയാം, എന്റെ കൃഷിയിടത്തിൽ, ഗ്രിഗർ ജോഹൻ മെൻഡലിന്റെ കൃഷിയിടത്തിൽ ഒരു ടാൾ പ്ലാന്റ് ഉണ്ട്. ആ ടാൾ പ്ലാന്റ് ജീനോടൈപ്പ് ഏതൊക്കെയാകാം? ക്യാപിറ്റൽ ടി ആകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആകാം. മനസ്സിലായല്ലോ? അപ്പൊ എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പ് കണ്ടെത്താൻ ആ ചെടിയുടെ പരാഗണങ്ങൾ അതിന്റെ റെസസീവ് പാരന്റ് ആയിലേക്ക് ഇടുക. ഇവന്റെ സ്വഭാവം എന്താ? ടാൾ പ്ലാന്റ്. ഇവന്റെ റെസസീവ് പാരന്റ് ഏതാ? ഡ്വാർഫ് പ്ലാന്റ്. അതിലേക്ക് കിട്ടു. അപ്പൊ വിത്തിട്ട് കുഴിച്ചോക്കിയപ്പോ എല്ലാ ചെടികളും ടാൾ പ്ലാന്റ് ആണെങ്കിൽ എന്റെ ചെടിയുടെ ജീനോടൈപ്പ് ഏതാ? ക്യാപിറ്റൽ ടി. എന്റെ ചെടിയുടെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ ആ വിത്തുകൾ കുഴിച്ചിട്ടപ്പോൾ വളർന്നത് ടാൾ പ്ലാനും കിട്ടി, ഡ്വാർഫ് പ്ലാനും കിട്ടി. ഏത് റേഷ്യോയിൽ? 1:1, ഏകദേശം 1:1 റേഷ്യോയിൽ കിട്ടുകയാണെങ്കിൽ ഉറപ്പിക്കാം എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പ് ഏതാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതായത് ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ്, അറിയാത്ത ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടി നടത്തുന്നതാണ് എന്ത് ക്രോസ് എന്ന് പറയുന്നത്? ടെസ്റ്റ് ക്രോസ് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി പറയാം. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം. എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ ചോദിക്കുന്ന ഒരു സാധനമാണ്, ഭയങ്കര എളുപ്പമുള്ള സാധനമാണ്. ഒരു ഉദാഹരണം കൂടി പറയാം. സീഡ് ഷേപ്പ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ സീഡ് ഷേപ്പ് ഏതൊക്കെയാകാം മക്കളെ? സീഡ് ഷേപ്പിന് ഏതൊക്കെയാകാം? സീഡ് ഷേപ്പ് ഈസ് എ ക്യാരക്ടർ. അത് എങ്ങനെയൊക്കെയാണ്? ക്യാപ്പിലാർ സ്മോളർ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ കയ്യിലൊരു ചെടിയുണ്ട്. ആ ചെടിയെ ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ എന്റെ കയ്യിലൊരു ചെടിയുണ്ട്. ചെടിയുടെ സ്വഭാവം എന്താണ്? ഉരുണ്ട വിത്തുള്ള പയർ ചെടിയുടെ ചെടി. ആ ചെടിയെ ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ എല്ലാ ചെടികളും റൗണ്ട് സീഡാണ് കിട്ടിയതെങ്കിൽ എന്റെ ചെടിയുടെ ജീനോടൈപ്പ് എന്താ? ക്യാപിറ്റൽ. റൗണ്ട് സീഡിലൊന്നും കിട്ടി, റിങ്കിൾഡ് സീഡിലൊന്നും കിട്ടി. അപ്പൊ എന്താ? ക്യാപിറ്റൽ സ്മോളർ. ഒന്ന് ചെയ്ത് നോക്കാം. എന്റെ കയ്യിലെ ചെടി ക്യാപിറ്റലാർ ആണെങ്കിൽ അതിനെ ഞാൻ ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ എനിക്ക് എല്ലാ ചെടികളും വിത്തുകൾ റൗണ്ട് സീഡിലുള്ളതാ കിട്ടിയതെങ്കിൽ എനിക്ക് ഉറപ്പിക്കാം അതിങ്ങനെയാണ്. എന്ത് സീഡാണ്? ക്യാപിറ്റലാർ ആണ്. ഈ ക്യാപിറ്റലാർ സ്മോളർ ഉള്ളതാണ് എന്റെ ചെടിയെങ്കിൽ അതിനെ ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ ക്യാപിറ്റലാർ സ്മോളർ. ഇങ്ങോട്ട് നോക്കൂ, അതിൽ റൗണ്ടും കിട്ടി, റിങ്കിൾഡും കിട്ടി. അപ്പൊ റൗണ്ട് സീഡുള്ളതും കിട്ടുക, റിങ്കിൾഡ് സീഡുള്ളതും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്റെ കയ്യിലെ ചെടി ഹെറ്ററോസൈഗസ് ഉള്ളതാണ്. എന്താണ്? ഹെറ്ററോസൈഗസ് ആണ്. അപ്പൊ റൗണ്ട് മാത്രമാണെങ്കിൽ
ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രമാണ് കിട്ടിയെങ്കിൽ നമുക്ക് പറയാം അത് എന്തുള്ളതാണ്, റൗണ്ട് സീഡാണ്. അപ്പൊ അതെന്താണ്, ഹോമോസൈഗസ് ആണ്. അപ്പൊ എന്റെ കയ്യിലുള്ള ചെടി ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ, അതിന്റെ ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. ഇതെന്താണ്, ഇത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണോ ഡൈഹൈബ്രിഡ് ക്രോസ് ആണോ? മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഈ മോണോ ഹൈബ്രിഡിന്റെ ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, 1:1 ആണ് അറിയാതിരിക്കുക. അപ്പം നമ്മൾ 3 റേഷ്യോസ് പഠിച്ചു. ഏതൊക്കെ? മോണോ ഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എത്രയായിരുന്നു, 3:1. മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ എത്രയായിരുന്നു, 1:2:1. മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1:1. മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1 റൗണ്ട് കിട്ടി, 1 റിംഗ് കിട്ടി. അപ്പൊ ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്താണ്, 1:1. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ആയി, ഞാനൊരു ചോദ്യം ചോദിക്കാം, ആൻസർ പറയാൻ കഴിയുമോ? ഓക്കെ, എന്റെ കയ്യിലൊരു ചെടിയുണ്ട്. ചെടിയുടെ പേര് നമുക്കറിയാം, പൈസം സാറ്റീവം. ആ പൈസം സാറ്റീവം എന്ന് പറയുന്ന ചെടിയുടെ മുകളിൽ വളർന്ന ഒരു പൂവ്. ആ പൂവിന്റെ നിറം വയലറ്റ് ഫ്ലവർ ആണ്. എന്ത് ഫ്ലവർ ആണ്? വയലറ്റ് ഫ്ലവർ. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ വന്നു, വയലറ്റ് ഫ്ലവർ ആണെങ്കിൽ ഒന്ന് ക്യാപിറ്റൽ വി ആകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ വി സ്മോൾ വി ആകാം. ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ചോദ്യം ഇതാണ്, ഞാൻ ഈ ചെടിയെ, ഈ വയലറ്റ് പൂവുള്ള ചെടിയെ ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ എല്ലാ ചെടികളും വയലറ്റ് ഫ്ലവർ ആണ് കിട്ടിയത്. എനിക്ക് കിട്ടി all plants as violet flowering plants during test cross. അപ്പോൾ എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പ് ഏത്? ചെയ്തു നോക്കൂ. ടെസ്റ്റ് ക്രോസ് എന്തിനു വേണ്ടിയിട്ടാണ്? F1 പ്രോജനിയെ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസിനെ ബാക്ക് ക്രോസ് എന്നും, പ്രോജനിയെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേര് ടെസ്റ്റ് ക്രോസ്. എന്തിനാ ടെസ്റ്റ് ക്രോസ്? To find unknown genotype of an organism, അല്ലെങ്കിൽ ടെസ്റ്റ് ഓർഗാനിസം. ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ക്രോസ് ടെസ്റ്റ് ക്രോസ്. അപ്പൊ എന്റെ കയ്യിൽ ഒരു ചെടിയുണ്ട്. ചെടിയുടെ ക്യാരക്ടർ പറഞ്ഞു വയലറ്റ്, ട്രേറ്റ് പറഞ്ഞു വയലറ്റ് ഫ്ലവർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്റെ ജീനോടൈപ്പ് ഏതൊക്കെയായിരിക്കും? ക്യാപിറ്റൽ വി ആയിരിക്കും, ക്യാപിറ്റൽ വി സ്മോൾ വി ആയിരിക്കും. ഇതിൽ ഏതോ ഒന്നാണ് ജീനോടൈപ്പ്. അപ്പൊ അതിന് ടെസ്റ്റ് ക്രോസ് നടത്തി നോക്കാം. അപ്പൊ ടെസ്റ്റ് ക്രോസ് നടത്തി നോക്കൂ. അപ്പൊ ഇതിന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ചെടികളും എന്ത് കിട്ടിയിട്ടുണ്ട്? വയലറ്റ് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഏത് ക്രോസ് നടത്തിയപ്പോൾ? ടെസ്റ്റ് ക്രോസ്. അപ്പൊ എന്റെ ചെടിയുടെ ജീനോടൈപ്പ് ഏതാന്ന് ചോദ്യം. അപ്പൊ ഞാൻ ആദ്യം ഈ ചെടി എടുക്കാം. ക്യാപിറ്റൽ വിനെ വയലറ്റ് ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്തു. വയലറ്റ് ഫ്ലവറിന് ഇതെന്താണ്? വയലറ്റ്. ഇതിനെ വൈറ്റ് ഫ്ലവർ വൈറ്റ് ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്തു. കാരണം ഈ വയലറ്റിന്റെ റെസസീവ് പാരന്റ് ഏതാ മക്കളെ? വൈറ്റ് ഫ്ലവർ അല്ലേ? അപ്പൊ ക്രോസ് നടത്തിയപ്പോൾ മക്കളെ ഇത് ക്യാപിറ്റൽ വി, ഇത് സ്മോൾ വി. ഉണ്ടായതെല്ലാം ക്യാപിറ്റൽ വി സ്മോൾ വി. എന്ത് ഫ്ലവർ ഉള്ളതാണ്? വയലറ്റ്. അപ്പോൾ ഈ വയലറ്റും വൈറ്റും ക്രോസ് ചെയ്തപ്പോൾ എനിക്ക് എല്ലാ ചെടികളും എന്ത് ഫ്ലവറാ കിട്ടിയത്? വയലറ്റ് ഫ്ലവറാ കിട്ടിയത്. അപ്പൊ എന്റെ കയ്യിലുള്ള വയലറ്റ് ചെടിയുടെ ജീനോടൈപ്പ് ഏതാണ്? ക്യാപിറ്റൽ വി. ഇനി വേറെ ചോദ്യം. I got all plants as I got violet plant, and white plant in the ratio 1:1. എനിക്ക് ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ വയലറ്റ് ഫ്ലവറും കിട്ടി, വൈറ്റ് ഫ്ലവറും കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പ് എന്ത്? നമുക്ക് നോക്കി നോക്കാം. ക്യാപിറ്റൽ വി സ്മോൾ വിയെ നമുക്ക് സ്മോൾ വി കൊണ്ട് ക്രോസിംഗ് നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? നോക്കി നോക്കാം എന്ത് കിട്ടും. 1 വയലറ്റ് കിട്ടി, 2 വൈറ്റും കിട്ടി. ഏത് റേഷ്യോയില്? 1:1. അപ്പൊ എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പ് ഏതാണ്? ക്യാപിറ്റൽ വി സ്മോൾ വി. അപ്പോ ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടി അൺനോൺ ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം അല്ലെങ്കിൽ ടെസ്റ്റ് ഓർഗാനിസം കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ക്രോസ് ആണ് ഏതെന്ന് പറയുന്നത്? ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ ഈ ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസും നടത്താം. എന്റെ കയ്യിലൊരു ചെടിയുണ്ട്. ചെടിയുടെ സ്വഭാവം, ചെടിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ റൗണ്ട് സീഡാണ്. ഉരുണ്ട വിത്തുള്ള ചെടി. അപ്പൊ ഏതൊക്കെയായിരിക്കും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പിന്, എന്റെ കയ്യിലുള്ള ചെടിയുടെ സീഡ് ഷേപ്പിനെ ഞാൻ ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ, എനിക്ക് റൗണ്ട് സീഡും കിട്ടി, റിങ്കിൾഡ് സീഡും കിട്ടി. അപ്പൊ എന്റെ കയ്യിലുള്ള ചെടിയുടെ സ്വഭാവം എന്താ? റൗണ്ട് സീഡ്. അപ്പൊ എന്റെ ജീനോടൈപ്പ് ഏതൊക്കെയായിരിക്കും? ക്യാപിറ്റൽ ആർ ആകാം, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. എന്റെ കയ്യിലുള്ള ചെടിയെ ഞാൻ ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ എനിക്ക് റൗണ്ട് സീഡും കിട്ടി, റിങ്കിൾഡ് സീഡും കിട്ടി. ഏത് റേഷ്യോയില്? 1:1 റേഷ്യോയിൽ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ ആവുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ള ചെടിയായ സീഡ് ഷേപ്പിന്റെ ജീനോടൈപ്പ് എന്താ? പറയൂ. ക്യാപിറ്റൽ ആർ ആണോ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണോ? എന്താണ്? റൗണ്ട് സീഡും കിട്ടി, റിങ്കിൾഡ് സീഡും കിട്ടി. ഏത് റേഷ്യോയില്? 1:1. അപ്പൊ എന്റെ കയ്യിലുള്ള ജീനോടൈപ്പ് ഏതാ? ചെടിയുടെ ജീനോടൈപ്പ് ഏതാ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വേറൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എന്റെ കയ്യിൽ ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ സ്വഭാവം ആക്സിയൽ ഫ്ലവർ ആണ്.
അപ്പൊ ആക്സിയൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ക്യാപിറ്റൽ എ വന്നാൽ ആക്സിയൽ ഫ്ലവർ ആണ്, ക്യാപിറ്റൽ എ സ്മോൾ എ വന്നാൽ ആക്സിയൽ ഫ്ലവർ ആണ്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഇതിൽ ഏതാണ് ഇതിന്റെ ജീനോടൈപ്പുകൾ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക ഏതാണ് മോനെ ജീനോടൈപ്പ്? അത് പറയും. അപ്പൊ നിങ്ങൾ പറയാം ആക്സിയൽ ഫ്ലവർ. അപ്പൊ അത് ഫീനോടൈപ്പ് ആണ്, എനിക്ക് ഫീനോടൈപ്പ് അല്ല വേണ്ടി അതിന്റെ ജീനോടൈപ്പ് ഏതാ? അപ്പൊ നിങ്ങൾ പറയും ഒന്നുകിൽ ക്യാപിറ്റൽ ആവും അല്ലെങ്കിൽ ക്യാപിറ്റൽ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഏതാണ് ജീനോടൈപ്പ് എന്ന് വ്യക്തമായിട്ട് വേണമെന്ന് പറയും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കിട്ടിയ ചെടി ഇതാണെന്ന് വിചാരിച്ചു, അതിനെ ടെസ്റ്റ് ക്രോസ് നടത്തുക. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ ആ ചെടിയുടെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുക. ഇത് എന്ത് ഫ്ലവറാ? ആക്സിയൽ ഫ്ലവർ. അപ്പൊ അതിന്റെ റെസസീവ് ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്തു, അതായത് സ്മോൾ എ എന്നാണ് ടെർമിനൽ. അപ്പൊ ഈ ആക്സിയൽ ഫ്ലവറിനെ നമ്മൾ അതിന്റെ റെസസീവ് ഫ്ലവറായ റെസസീവ് ടെർമിനലുമായിട്ട് ക്രോസ് നടത്തി കഴിഞ്ഞു. അപ്പൊ ഗാമീറ്റ് ഇങ്ങനെയാണ്. അത് ക്രോസ് ചെയ്തപ്പോൾ വിത്ത് കിട്ടി. വിത്ത് കുഴിച്ചിട്ട് നോക്കിയപ്പോൾ എല്ലാ ചെടികളും ആക്സിയൽ കിട്ടിയാൽ അതിനർത്ഥം എന്താണ്? എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പ് ക്യാപിറ്റൽ എ. എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പ് ക്യാപിറ്റൽ എ സ്മോൾ എ ആണെങ്കിൽ അതിനെ ഞാൻ അതിന്റെ റെസസീവ് പാരന്റ് ആയ ടെർമിനലുമായിട്ട് ക്രോസ് ചെയ്തു. ആക്സിയൽ ആണ് ഇതെന്താണ്? ടെർമിനൽ ആണ്. അപ്പോൾ ക്യാപിറ്റൽ എ സ്മോൾ എ രണ്ട് ടൈപ്പ് ഗാമീറ്റ് ഉണ്ട്. കാരണം ഇത് ഹെട്രോസൈഗസ് ആണ്, ഇത് ഒരു ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഇതിനകത്ത് ഉണ്ടാകുന്ന എല്ലാ ഗാമീറ്റിനും സ്മോൾ എ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ഉണ്ടാകുന്ന ഗാമീറ്റിനകത്ത് ക്യാപിറ്റൽ എയും സ്മോൾ എ ഉണ്ടാവും. ഏത് റേഷ്യോയില്? 50%, 1:1 റേഷ്യോയില്. അതിനുശേഷം ഈ ഗാമീറ്റ് ഇതിനകത്തോട് കയറിയാൽ ക്യാപിറ്റൽ എ സ്മോൾ എ, ഈ സ്മോൾ എ. ഇതെന്താണ്? ആക്സിയൽ ആണ്. ഇതെന്താണ്? ടെർമിനൽ ആണ്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുക, ടെർമിനൽ ആണ്. അപ്പൊ ചോദിക്കട്ടെ, എന്റെ കയ്യിലുള്ള ചെടിയായ ആക്സിയൽ ഫ്ലവറിനെ ഞാൻ ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ ആക്സിയൽ ഫ്ലവറും കിട്ടി, ടെർമിനൽ ഫ്ലവറും കിട്ടി. ആക്സിയൽ ഫ്ലവറും ടെർമിനൽ ഫ്ലവറും ഇങ്ങനെയല്ലേ കിട്ടുക? അപ്പൊ എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പ് ഏതാ? ക്യാപിറ്റൽ സ്മോൾ എ. എനിക്ക് കിട്ടിയ ചെടികൾ എല്ലാം ആക്സിയൽ ഫ്ലവർ ആണെങ്കിൽ എന്റെ കയ്യിലുള്ള ചെടിയുടെ ജീനോടൈപ്പ് ഏതാ? ക്യാപിറ്റൽ എ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചാണ്? ബാക്ക് ക്രോസിനെ കുറിച്ചും ടെസ്റ്റ് ക്രോസിനെ കുറിച്ചുമാണ്. എന്തായിരുന്നു ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്? F1 പ്രോജനിയെ ഗാമീറ്റ് എന്ന് എഴുതി ഇവിടെ F1 പ്രോജനിയെ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാ ബാക്ക് ക്രോസ്. F1 പ്രോജനിയെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് നടത്തുന്ന ക്രോസിനെ വിളിക്കുന്ന പേരാ ടെസ്റ്റ് ക്രോസ്. ഇമ്പോർട്ടന്റ് ആണ് ടെസ്റ്റ് ക്രോസ്. എന്തിനു വേണ്ടിയാ? ടു ഫൈൻഡ് അൺനോൺ ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ജീനോടൈപ്പ് അറിയില്ല, ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ക്രോസ് ഏതാ? ടെസ്റ്റ് ക്രോസ്. എല്ലാ ടെസ്റ്റ് ക്രോസും എന്ത് ക്രോസ് ആണ്? ബാക്ക് ക്രോസ് ആണ്. പക്ഷെ എല്ലാ ബാക്ക് ക്രോസും എന്ത് ക്രോസ് അല്ല? ടെസ്റ്റ് ക്രോസ് അല്ല. ഇമ്പോർട്ടന്റ് ആണ്. ബാക്ക് ക്രോസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ടെസ്റ്റ് ക്രോസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെൻഡലിന്റെ നിയമം. മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്ന് അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം 2 ലോ പ്രപ്പോസ് ചെയ്തു. ആ 2 ലോന്റെ പേരാണ് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷൻ. അങ്ങനെ മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം 2 ലോ പ്രപ്പോസ് ചെയ്തതൊക്കെ ലോ ഓഫ് ഡോമിനൻസ്, മലയാളത്തിൽ പറയുന്ന പേരാണ് പ്രകട സ്വഭാവ നിയമം, അതിന് വിളിക്കുന്ന പേര് ഫസ്റ്റ് ലോ ഓഫ് മെൻഡൽ. രണ്ടാമത്തെ ലോ ഓഫ് സെഗ്രിഗേഷൻ, മലയാളത്തിൽ പറയും വിവേചന നിയമം എന്ന് പറയും, രണ്ടാമത്തെ നിയമമാണ്. ഈ 2 നിയമങ്ങളും ഏത് നിയമത്തിന് കീഴിൽ വരുന്നതാണ്? ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. മെൻഡൽ പ്രപ്പോസ് ചെയ്ത ലോനെ വിളിക്കുന്ന പേര് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതിൽ 3 നിയമങ്ങളാണ് പ്രധാനമായും വരുന്നത്. ഒന്ന് ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയും. ആ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചാണ്? ഈ വീഡിയോ ലെസൺ നമ്മൾ ഡിസ്കസ് ചെയ്ത് മോണോഹൈബ്രിഡ് ക്രോസുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നിയമങ്ങൾ പ്രപ്പോസ് ചെയ്തു. മൊത്തം നിയമത്തെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അതിൽ ആദ്യത്തെ 2 നിയമങ്ങളും ഏതിൽ നിന്നുണ്ടായതാണ്? മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്നുണ്ടായതാണ്. ഏതൊക്കെ 2 നിയമം? ഒന്ന് ലോ ഓഫ് ഡോമിനൻസ്, ആൾസോ കാൾഡ് ഫസ്റ്റ് ലോ, മലയാളത്തിൽ പറയും പ്രകട സ്വഭാവ നിയമം. രണ്ടാമത്തെ ലോ ഓഫ് സെഗ്രിഗേഷൻ, വേറെ പറയുന്നത് വിവേചന നിയമം എന്ന് പറയും, സെക്കൻഡ് ലോ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഇതിനെ കുറിച്ചാണ് ലോ ഓഫ് ഡോമിനൻസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും ഏതിൽ നിന്ന് ഉൾത്തിരിഞ്ഞുണ്ടായ നിയമങ്ങളാണ്? മോണോഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഓരോന്നിലേക്കും സ്വാഗതം ചെയ്യാം. ആദ്യം നമുക്ക് ഏതാണ്? ലോ ഓഫ് ഡോമിനൻസ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ലോനെ കുറിച്ചാണ്. മെൻഡലിന്റെ ലോന്റെ പേര് എന്തായിരുന്നു മക്കളെ? ലോ ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. 2 നിയമങ്ങൾ നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് ഗ്രിഗർ ജോൺ മെൻഡൽ പറഞ്ഞു തന്നു. മോണോഹൈബ്രിഡ് ക്രോസും ഉൾത്തിരിഞ്ഞുണ്ടായ 2 നിയമങ്ങൾ ഏതൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പൊ ആദ്യത്തെ നിയമമാണ്, ഒന്നാമത്തെ നിയമമാണ് ലോ ഓഫ് ഡോമിനൻസ്, മലയാളത്തിൽ പറയും പ്രകട സ്വഭാവ നിയമം എന്ന് പറയും, ഫസ്റ്റ് ലോ. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറയുന്നത്. മെൻഡൽ പറഞ്ഞ 3 കാര്യങ്ങൾ. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ, ഏതൊരു സ്വഭാവത്തെയും നിയന്ത്രിക്കുന്നത് ഡിസ്ക്രീറ്റ്, വേറിട്ട് നിൽക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഘടകങ്ങളാണ്. അവരെ വിളിച്ച പേരാ ഫാക്ടർ. നമ്മൾ പറഞ്ഞു അല്ലെ,
ഏതൊരു സ്വഭാവത്തെയും സൂചിപ്പിക്കുന്ന ഘടകങ്ങളെ മെന്റൽ വിളിച്ച പേരെന്തായിരുന്നു? ഫാക്ടർ എന്നായിരുന്നു. പിൽക്കാലത്ത് അറിയപ്പെട്ടു ജീൻ. അപ്പൊ നിയമങ്ങളുടെ 3 പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈച്ച് ക്യാരക്ടർ, ഓരോ ക്യാരക്ടറെയും കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കാൾഡ് എന്താണ് മക്കളെ? ഫാക്ടേഴ്സ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഫാക്ടേഴ്സ് ഒക്കറിംഗ് പെയർ. എപ്പോഴും ഫാക്ടേഴ്സ് ജോഡിയായിട്ടാണ് നിൽക്കുക. കാരണം ഡിപ്ലോയിഡ് ഓർഗാനിസം അല്ലേ, അച്ഛനിൽ നിന്ന് വന്ന ക്രോമസോം ഉണ്ടാവും, അമ്മയിൽ നിന്ന് വന്ന ക്രോമസോം. അപ്പൊ എപ്പോഴും ഡിപ്ലോയിഡുകളാണ്. അപ്പൊ ഫാക്ടേഴ്സ് ഒക്കറിംഗ് എന്താണ്? പെയർസ് ആയിട്ടിരിക്കും. മൂന്നാമത്തത്, ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ ഡിസിമിലർ ആയാൽ, കവി ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഹെട്രോസൈഗസ് ആയാൽ വൺ മെമ്പർ ഓഫ് ദ പെയർ, ആ പെയറിലെ ഒരാൾ ഡോമിനേറ്റ് ആകും, മറ്റതിനെ ഡോമിനേറ്റ് ചെയ്യും. മനസ്സിലായില്ല അല്ലെ മക്കളെ? നോക്കൂ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇത് എന്ത് ഷേപ്പ് ആയിരുന്നു മക്കളെ? റൗണ്ട് ഷേപ്പ് ആയിരുന്നു അല്ലെ? റൗണ്ട് സീഡ് ആയിരുന്നു അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ എപ്പിസോഡ്, രണ്ടാമത്തെ എപ്പിസോഡ്. ഓരോ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്ന ആൾക്കാർ ഫാക്ടർ ആണ്, ജീനുകളാണ്. അത് എത്രാമത്തെ ക്രോമസോമിനാണ്? സീഡ് ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ യെസ്, 7ാമത്തെ ക്രോമസോമിലെ. പൈസം സാറ്റീവത്തിൽ എത്ര ക്രോമസോം ഉണ്ട്? 14 ക്രോമസോം ഉണ്ട്. 7 അച്ഛനിൽ നിന്ന് വന്ന, 7 അമ്മയിൽ നിന്ന് വന്ന ക്രോമസോം. ഇത് അച്ഛനിൽ നിന്ന് വന്ന ക്രോമസോം, ഇത് അമ്മയിൽ നിന്ന് വന്ന 7 ക്രോമസോം അല്ലെ? ഈ ക്രോമസോമിന് മുകളിൽ ആരെ കൺട്രോൾ ചെയ്യുന്നത്? സീഡ് ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ആരെ കൺട്രോൾ ചെയ്യുന്നത്? സീഡ് ഷേപ്പിനെ കൺട്രോൾ. അപ്പൊ ഇത് ക്യാപിറ്റൽ ആർ ആണ്, ഇത് സ്മോൾ ആർ ആണ്. ഈ ക്രോമസോമിന് മുകളിലാണല്ലോ ജീന് ലൊക്കേറ്റ് ചെയ്ത്. ആ പൊസിഷനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ലോക്കസ്. ഒരേ പൊസിഷനിലായിരിക്കും ഒരേ ജീനുകൾ ഉണ്ടാവും. അപ്പൊ ഇത് ക്യാപിറ്റൽ ആറും സ്മോൾ ആർ ആകുമ്പോൾ ഈ 2 ക്രോമസോമുള്ള ജീവി ചെടി എന്തായിരിക്കും? റൗണ്ട് സീഡ് ആയിരിക്കും. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കാൾഡ് ഫാക്ടേഴ്സ്. ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഇവന്മാരെ വിളിക്കുന്ന പേരെന്താണ്? ഫാക്ടർ. പിൽക്കാലത്ത് അറിയപ്പെട്ടു അതെന്താണ്? ജീൻ. ഫാക്ടേഴ്സ് ഒക്കറിംഗ് പെയർ. ഉറപ്പാണ് ഫാക്ടേഴ്സ് എപ്പോഴും പെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതൊരു സ്വഭാവമാണോ? അല്ല. ഇതൊരു സ്വഭാവമാണോ? അല്ലെ? അപ്പൊ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കാൻ 2 ഘടകങ്ങൾ ഉണ്ടാവും. രണ്ടും എന്താണ്? ഹോമോലോഗസ് ക്രോമസോമിന് മുകളിലായിരിക്കും ഉണ്ടാവുന്ന കാര്യം ആലോചിക്കുക. അടുത്തത്, ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ. ഇത് ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ അല്ലേ? ഇത് ക്യാപിറ്റൽ ആണ്, ഇത് സ്മോൾ ആണ്. ഇത് ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ ആണോ? അല്ല, ഇത് രണ്ടും ഒരേപോലെയാണ്. അപ്പൊ ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വൺ മെമ്പർ ഓഫ് ദ പെയർ, ഇതിനകത്തുള്ള ഒരാള് ഡോമിനേറ്റ് ദ അതർ, മറ്റേതിനെ ഡോമിനേറ്റ് ചെയ്യും. ആ ഡോമിനേറ്റ് ചെയ്യുന്ന സ്വഭാവം ആരാ? റൗണ്ട് സീഡ്. അവന് വിളിക്കുന്ന പേരാണ് ഡോമിനേറ്റ്. മലയാളത്തിൽ പറയും പ്രകട സ്വഭാവം, പ്രകട ഗുണം. മറച്ചു വെച്ച് റിംഗിൾഡ് സീഡ്, അതിനെ വിളിക്കുന്ന പേര് റസസി. അപ്പൊ ഈ 3 പോയിന്റുകളാണ്. അതുകൊണ്ടാണ് മക്കളെ മോണോഹൈബ്രിഡ് ക്രോസിൽ F1 തലമുറ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തുമാത്രം വന്ന്? റൗണ്ട് സീഡ് മാത്രം വന്ന്. എന്തുകൊണ്ടാണ്? It is due to this behavior in the dominance എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയാം. ചോദിച്ചു, അപ്പൊ ഇവന്റെ സ്വഭാവം എക്സ്പ്രസ് ചെയ്തു. ഇവന്റെ സ്വഭാവം എന്തായിരുന്നു? ഇവന്റെ സ്വഭാവം റൗണ്ട് സീഡ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഗ്രിഗർ ജോഹാൻ മെൻഡലിന്റെ നിയമങ്ങളെ കുറിച്ചാണ്. നിയമങ്ങളെ പൊതുവെ വിളിക്കുന്നവരെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അതിന്റെ ആദ്യത്തെ 2 നിയമം, ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും വന്നത് മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്നാണ്. ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ നിയമം ലോ ഓഫ് ഡോമിനൻസ് ആണ്. വേറെ മലയാള പ്രകട സ്വഭാവ നിയമം ഫസ്റ്റ് ലോ ആണ്. അതിന്റെ പ്രധാനപ്പെട്ട 3 പോയിന്റാണ്. ക്യാരക്ടേഴ്സ്, സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? ഫാക്ടർ ആണ്. ഫാക്ടർ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക? പെയറുകളായിട്ടാണ് അല്ലെ? ഒരേ പെയറുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ഇനി ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ, ഒരുപോലെ അല്ലാത്ത ഫാക്ടറിനെ ഉദാഹരണമായി പറയാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ ആണ്. ഇതിന്റെ സ്വഭാവം എന്താ? ടാൾ. കാരണം ഇവന്റെ സ്വഭാവം മാത്രം എക്സ്പ്രസ് ചെയ്ത്. ഇനി ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ, ഒരു ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടറിൽ വൺ മെമ്പർ പെയർ, ആ 2 പേരിൽ ഒരാൾ ഡോമിനേറ്റ് ആക്കാം, മറ്റേ ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ ആളുടെ സ്വഭാവം മാത്രം വന്നു, ഇവന്റെ സ്വഭാവം മാത്രം വന്നു. ഡോമിനേറ്റ് ചെയ്ത ആള് ഡോമിനന്റ് എന്നും മറിഞ്ഞിരിക്കുന്ന സ്വഭാവം കാണിക്കാത്ത, എക്സ്പ്രസ് ചെയ്യാത്തവരെ വിളിച്ചു എന്ത്? റസസീവ് എന്ന് വിളിച്ചു. അപ്പൊ നിർബന്ധമായിട്ടും ഈ പോയിന്റുകൾ പഠിക്കണം. പോയിന്റുകൾ ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഈ ലോ ഓഫ് ഡോമിനൻസ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ 3 പോയിന്റുകളാക്കിയത് മെന്റലിന്റെ ഫസ്റ്റ് ലോ ആണ്. മലയാളത്തിൽ പറയും പ്രകട സ്വഭാവം. പ്രകടം സ്വഭാവം പ്രകടിപ്പിക്കുന്ന നിയമമാണ് അല്ലെ? ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ, ഒരു ഹെട്രോസൈഗസ് കണ്ടീഷന് 2 അലീലുകളിൽ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷന് ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 ഘടകങ്ങൾ വ്യത്യസ്തമായ ആരുടെ സ്വഭാവമാണ് കാണിക്കുന്ന അവന് ഡോമിനന്റ് എന്നും മറിഞ്ഞിരിക്കുന്ന സ്വഭാവത്തെ റസസീവ് എന്ന് പറയും. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത് 1ാമത്തെ തലമുറയിലല്ലേ? അതെ. ഈ സ്വഭാവം റസസീവായ ക്യാരക്ടർ എത്രാമത്തെ തലമുറയിലെ കണ്ട്? 2ാമത്തെ സ്വഭാവത്തിൽ 2ാമത്തെ തലമുറയിൽ F2 ജനറേഷനിലാണ് കണ്ടത് അല്ലെ? ഫീനിയൽ 2 പ്രോജനിയിലാണ് കണ്ടത്.
അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ് ഫാക്ടർ. സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് അവർ വിളിക്കുന്ന പേര് ഫാക്ടർ. മെന്റലി വിളിച്ചത് എന്താണ് ഫാക്ടർ, പിൽക്കാലത്ത് അറിയപ്പെട്ടു അതെന്താണ് ജീനാണ്. ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർ ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ്. ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ അച്ഛനിൽ നിന്ന് വന്ന ക്രോമസോം ഉണ്ടാവും, അമ്മയിൽ നിന്ന് വന്ന ക്രോമസോം. അപ്പൊ എപ്പോഴും അത് എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യുക, പേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ഇനി ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ പരസ്പരം ഡിസിമിലർ ആയി പോയാൽ വൺ മെമ്പർ ഓഫ് ദ പെയർ, ആ പെയറിൽ ഒരാള് ഡോമിനേറ്റ് അതർ, ഒരാള് മറ്റാളെ ഡോമിനേറ്റ് ചെയ്യും. ഡോമിനേറ്റ് ചെയ്യുന്ന എക്സ്പ്രസ് ചെയ്യുന്നവനെ നമ്മൾ ഡോമിനേറ്റ് എന്നും സപ്രസ് ചെയ്ത് കിടക്കുന്ന ക്യാരക്ടർ കാണിക്കാൻ കഴിയാത്തവനെ നമ്മൾ എന്ത് വിളിക്കുന്നു, റെസസീവ് എന്ന് വിളിക്കുന്നു. ഇത്രയും കാര്യം മനസ്സിലായി. നിർബന്ധമായും ഈ 3 പോയിന്റുകൾ പഠിക്കണം. ഏതൊക്കെയായിരുന്നു 3 പോയിന്റുകൾ? ഒന്ന്, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ് ഫാക്ടർ. ഫാക്ടർ occurring pair in a dissimilar pair of factor, one member of the pair dominates the other. The dominant one is called dominant, the suppressed one is called recessive. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചേട്ടനും അനിയത്തിയും തമ്മിൽ കച്ചറ കൂടാണ്. ചേട്ടനും അനിയത്തിയും തമ്മിൽ കച്ചറ കൂടാണ്. ചേട്ടൻ പറയും മര്യാദയ്ക്ക് മിണ്ടാന്ന് എന്നോടല്ലേ പറഞ്ഞ് ഈ സാധനം തുടരുതെന്ന് പറയണം. അപ്പൊ അനിയത്തി പറയും ഓക്കെ സാർ ചേട്ടാ നീ ആക്കിയില്ലാവേ. അപ്പൊ ആരാണ് നമ്മൾ ഡോമിനന്റ്, മറ്റേതെന്താണ് റെസസീവ് എന്ന് പറയും. ഇത്രയും കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഫസ്റ്റ് ലോ എന്താണ്? ലോ ഓഫ് ഡോമിനൻസ്. അപ്പൊ നമ്മൾ ലോ ഓഫ് ഡോമിനൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ലോ ഓഫ് ഡോമിനൻസിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. യൂസസ് ഓഫ് ലോ ഓഫ് ഡോമിനൻസ്, എന്തിനാണ് ഈ ലോ ഓഫ് ഡോമിനൻസിന്റെ ഉപയോഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് ഇറ്റ് എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ ഓഫ് ദ പാരലൽ ക്യാരക്ടർ ഇൻ ദ F1. F1 പ്രോജനിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പാരന്റൽ ക്യാരക്ടർ ഉണ്ടായെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഏത് ലോന്റെ പ്രകാരം? ലോ ഓഫ് ഡോമിനൻസിന്റെ പ്രകാരം. നോക്കൂ മക്കളെ, ക്യാപിറ്റൽ ടി ക്രോസ് സ്മോൾ ടി ചെയ്തു, ക്യാപിറ്റൽ ടി ചെയ്തു, സ്മോൾ ടി ചെയ്തു. ഒന്നാം തലമുറയിൽ നമുക്ക് എന്ത് കിട്ടി? ടാൾ പ്ലാന്റ് കിട്ടി. എന്തുകൊണ്ട് ഡ്വാർഫ് പ്ലാന്റ് കിട്ടിയില്ല? നമുക്കറിയാം ഇറ്റ് ഈസ് ഡ്യൂ ടു ലോ ഓഫ് ഡോമിനൻസ്. കാരണം ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ഈ അലീനെ ഡോമിനേറ്റ് ചെയ്തപ്പോൾ ഇവന്റെ സ്വഭാവം മാത്രമേ എക്സ്പ്രസ് ചെയ്തു. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് അപ്പൊ ലോ ഓഫ് ഡോമിനൻസിന്റെ ഫലമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു ദ എക്സ്പ്രഷൻ of only one of the parental character in the F1. എന്തുകൊണ്ടാണ്? ബ്ലെൻഡിംഗ് ഒന്നും വന്നിട്ടില്ലല്ലോ. എന്തായിരുന്നു ബ്ലെൻഡിംഗ് ആണ്? മിക്സിംഗ് ഒന്നും വന്നിട്ടില്ലല്ലോ. ടാളും അല്ല ഡോർഫല്ല ആവറേജ് ആയിട്ടൊന്നുമല്ലല്ലോ വന്നത്. അപ്പൊ ടാള് മാത്രം വന്നു. എന്തുകൊണ്ട് ഡോർഫ് വന്നില്ല? ഇറ്റ് ഈസ് ഡ്യൂ ടു അതിനെന്താ കാരണം? ലോ ഓഫ് ഡോമിനൻസ്. അപ്പൊ ലോ ഓഫ് ഡോമിനൻസിന്റെ യൂസസ് ആണ് ഒന്ന്, ഇറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ദ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ ഓഫ് ദ ക്യാരക്ടർ ഇൻ ദ F1 പ്രോജനിയിൽ എന്തുകൊണ്ട് ഒരു പാരന്റൽ ക്യാരക്ടർ മാത്രം വന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. രണ്ടാമത്തത് ഇറ്റ് എക്സ്പ്ലെയിൻ the expression of both the parental character in the F2. F1 കാണാത്തൊരു സ്വഭാവം എത്രാമത്തെ തലമുറയിൽ വന്നു? രണ്ടാമത്തെ തലമുറയിൽ വന്നു. ഏതായിരുന്നു? ഡ്വാർഫ് പ്ലാന്റ്. ഏത് റേഷ്യോ? 3:1. അപ്പൊ ആ റേഷ്യോ കിട്ടാനും ആ രണ്ട് പാരന്റൽ ക്യാരക്ടർ ടാളും ഡ്വാർഫും രണ്ടാമത്തെ തലമുറയിൽ വരാനും ഒക്കത്തിനും കാരണം ആരാണ്? ലോ ഓഫ് ഡോമിനൻസ് ആണ്. അപ്പൊ ലോ ഓഫ് ഡോമിനൻസിന് യൂസസ് എക്സാമിന് ചോദിക്കാം. അപ്പൊ ഒന്ന്, ഇറ്റ് എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ ഓഫ് ദ പാരന്റൽ ക്യാരക്ടർ ഇൻ ദ F1 പ്രോജനിയിൽ ഏതെങ്കിലും ഒരു പാരന്റൽ ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. രണ്ടാമത്തത് ഇറ്റ് എക്സ്പ്ലെയിൻ, അത് വിവരിക്കുന്നു എക്സ്പ്രഷൻ ഓഫ് ബോത്ത് പാരന്റൽ ക്യാരക്ടർ ഇൻ ദ F2 രണ്ട് പാരന്റൽ ക്യാരക്ടർ വന്നു. ഏത് റേഷ്യോയിൽ? 3:1. ഇറ്റ് എക്സ്പ്ലെയിൻ ദ പ്രൊപ്പോർഷൻ ഓഫ് 3:1 obtained in the F2. അപ്പൊ ഈ 3 കാര്യങ്ങളും എന്തിന്റെ ഫലമായിട്ട്? ഏത് ലോന്റെ പ്രകാരം? അപ്പൊ ലോ അദ്ദേഹം മോണോഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയെടുത്തു. അതൊരു നിയമമായി. ആ നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. അതിൽ ആദ്യത്തെ നിയമമാണ് ലോ ഓഫ് ഡോമിനൻസ്. അതിന് 3 പ്രത്യേകതകളാണ്. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ് ഫാക്ടർ. ഫാക്ടേഴ്സ് occur in pair. In a dissimilar pair of factor, one member of the pair dominate over the other. The dominant one is called the dominant, the other one is called recessive എന്ന് പറഞ്ഞു. അതിനെ അദ്ദേഹം മനസ്സിലാക്കിയ 3 കാര്യങ്ങളാണ്. എന്താണ് ലോ ഓഫ് ഡോമിനൻസിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യൂസസ്? അതിന്റെ ഫലമായിട്ട് എന്തുകൊണ്ട് F1 പ്രോജനിൽ ഏതെങ്കിലും ഒരു പാരന്റൽ ക്യാരക്ടർ വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. എന്തുകൊണ്ട് ഇത് ടാളനായി? ബിക്കോസ് ഈ അലീൽ ഇതൊരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. ഈ അലീനെ ഡോമിനേറ്റ് ചെയ്തു. അപ്പൊ ഇവന്റെ സ്വഭാവം മാത്രം കണ്ടു. ഇറ്റ് ഈസ് ഡ്യൂ ടു ലോ ഓഫ് ഡോമിനൻസ്. അപ്പൊ മനസ്സിലാക്കി ഇറ്റ് എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ ഓഫ് ദ പാരന്റൽ ക്യാരക്ടർ ഇൻ ദ F1. രണ്ടാമത്തെ യൂസ് ഇറ്റ് എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് ബോത്ത് പാരന്റൽ ക്യാരക്ടർ ഇൻ ദ F2 രണ്ട് പാരന്റൽ ക്യാരക്ടറും വന്നിട്ടുണ്ട്. റെസസീവ് ആയ ക്യാരക്ടറും വന്നു. അതിന് കാരണം എന്താണ്? ഈ നിയമത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. മൂന്നാമത് ഇറ്റ് എക്സ്പ്ലെയിൻ ദ പ്രൊപ്പോർഷൻ 3:1 obtained in the F2 റേഷ്യോ 3:1 കിട്ടാൻ കാരണം എന്താണ്? ഈ നിയമത്തിന്റെ പഠനത്തിന്റെ ഫലമായിട്ട്, ഈ മോണോഹൈബ്രിഡ് ക്രോസിന് പോലത്തെ പഠനത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ ഇതോടുകൂടി ഏത് കഴിഞ്ഞിരിക്കുകയാണ്? ലോ ഓഫ്
ഡോമിനൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ നിയമമാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ, മലയാളത്തിൽ പറയും വിവേചന നിയമം എന്ന് പറയും. മെന്റലിന്റെ സെക്കൻഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസിന്റെ രണ്ടാമത്തെ നിയമം. ഇതിന് മറ്റു പേരും അറിയപ്പെടുന്നു കേട്ടോ. വിവേചന നിയമത്തിന്റെ വേറെ പേരാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ലോ ഓഫ് സ്പ്ലിറ്റിംഗ് ഹൈബ്രിഡ് എന്ന് പറയാറുണ്ട്. ലോ ഓഫ് സ്പ്ലിറ്റിംഗ് ഹൈബ്രിഡ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും, അതായത് പ്രകട സ്വഭാവ നിയമവും പിന്നെ വിവേചന നിയമവും വന്നത് നമ്മുടെ ഒന്നാമത്തെ ക്രോസിൽ നിന്നാണ്, മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്നാണ്. അപ്പൊ ലോ ഓഫ് ഡോമിനൻസ് ഫുള്ള് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ലോ ഓഫ് സെഗ്രിഗേഷൻ, മലയാളത്തിൽ പറയും വിവേചന നിയമം. രണ്ടാമത്തെ ലോ ആണ്. ഇതിന്റെ വേറെ പേരാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ് എന്ന് പറയും. വേറെ പേരാണ് ലോ ഓഫ് സ്പ്ലിറ്റിംഗ് ഹൈബ്രിഡ് എന്ന് പറയും. ലോ ഓഫ് സ്പ്ലിറ്റിംഗ് ഹൈബ്രിഡ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓരോന്ന്. എന്താണ് ഈ നിയമം നടക്കട്ടെ. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കാൻ എത്ര അലീലുകൾ ഉണ്ടായിരിക്കും മക്കളെ? 2 അലീൽ ഉണ്ടായിരിക്കും. ഇപ്പൊ റൗണ്ട് സീഡ് നമ്മൾ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് എഴുതാം. അപ്പൊ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കാൻ, ഒരു ക്യാരക്ടറിനെ സൂചിപ്പിക്കാൻ എത്ര അലീലുകൾ ഉണ്ടാവും? 2 അലീൽ ഉണ്ടാവും. അപ്പോൾ ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഗാമീറ്റ് ഉണ്ടാവുന്ന പ്രോസസ്സിൽ നമ്മൾ എന്തായിരുന്നു റീപ്രൊഡക്ഷനിൽ വിളിച്ചത്? ഗാമിറ്റോജെനസിസ്. അപ്പൊ ഡ്യൂറിങ് ഗാമിറ്റോജെനസിസ്, ഗാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന അലീലുകൾ വേർപിരിഞ്ഞ് ഗാമീറ്റിനകത്തോട്ട് കടക്കുന്നു എന്നുള്ള നിയമത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടി വ്യക്തമാക്കി തരാം, മനസ്സിലാക്കി തരാം. അപ്പോൾ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 ഘടകങ്ങൾ ഇതാണെന്ന് വിചാരിച്ചോളൂ. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. എന്താ ഇവന്റെ സ്വഭാവം? എന്താണ്? റൗണ്ട് സീഡ് എന്നാണ് ഇവന്റെ സ്വഭാവം. ഇവൻ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ? ഇവൻ ഹെട്രോസൈഗസ് ആണ്, അല്ലെ? ഇവൻ എന്ത് സൈഗസ് ആണ്? ഹെട്രോസൈഗസ് ആണ്. അപ്പൊ ഇവനിൽ നിന്ന് ഗാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ, ഓരോ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ, അതായത് ഫാക്ടറുകൾ വേർപിരിയുന്നു. ഇത് വേർപിരിയുന്നു. എന്നിട്ട് ഓരോന്നും ഓരോ ഗാമീറ്റിനകത്തോട്ട് കയറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് വിവേചന നിയമം. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആണ്. അപ്പൊ ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ വിവേചന നിയമം എന്ന് പറഞ്ഞാൽ ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ, ഇവിടെ ഞാൻ ഗാമീറ്റ് എഴുതിയിട്ടുണ്ട് അല്ലെ? ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് 2 factors for a character, ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 ഘടകങ്ങൾ present in an individual, ഒരു ചെടിയിനകത്ത് ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 ഘടകങ്ങൾ will separate, അത് വേർപിരിയുന്നു, from each other, പരസ്പരം വേർപിരിയുന്നു, and enter into each gamete. അവ ഓരോന്നും ഇവൻ ഇതിനകത്തോട്ട് കയറുന്നു, ഇവൻ ഇതിനകത്തോട്ട് കയറുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. വേറെ പേരാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്. വേറെ പേരാണ് ലോ ഓഫ് സ്പ്ലിറ്റിംഗ് ഹൈബ്രിഡ് എന്ന് പറയും. എന്തുകൊണ്ടാണ്? ഇവനോട് പൊട്ടിയിട്ട് ഇവനായിട്ട് മാറാം. അപ്പൊ എന്ത് മനസ്സിലാക്കുക ഇതിനകത്തുനിന്ന്? ഹോമോസൈഗസ് പാരന്റിനകത്തു നിന്നുണ്ടാകുന്ന ഗാമീറ്റിലെല്ലാം ഒരേ ടൈപ്പ് അലീലായിരിക്കും. ഇത് ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പൊ ഹെട്രോസൈഗസ് പാരന്റിനകത്തു നിന്നുണ്ടാകുന്ന ഗാമീറ്റിനകത്ത് 2 ടൈപ്പ് അലീലായിരിക്കും. ഈക്വൽ പ്രൊപ്പോർഷൻ. എന്ത് പ്രൊപ്പോർഷൻ? ഈക്വൽ പ്രൊപ്പോർഷൻ. എപ്പോഴാ സാർ ഈ അലീലുകൾക്ക് പരസ്പരം വേർപിരിയ? അനാഫേസ്. നമ്മൾ കഴിഞ്ഞ വർഷം ബോട്ടണിയിൽ പഠിച്ചതാണ്. അപ്പൊ അനാഫേസ് എന്ന സമയത്താണ് ഫാക്ടറുകൾ അല്ലെങ്കിൽ ജീനുകളൊക്കെ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്? ലോ ഓഫ് സെഗ്രിഗേഷൻ. വേറെ പേരെന്താണ്? വിവേചന നിയമം എന്ന് പറയും. സെക്കൻഡ് ലോ ഓഫ് മെന്റൽ ആണ്. വേറെ പേരാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്. വേറെ പേരാണ് ലോ ഓഫ് സ്പ്ലിറ്റിംഗ് ഹൈബ്രിഡ് എന്നൊക്കെ ഇതിന്റെ വേറെ പേരിൽ അറിയപ്പെടും. ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്ത് നമ്മളിത് പഠിച്ചാൽ മതി. ലോ ഓഫ് സെഗ്രിഗേഷൻ സെക്കൻഡ്. നിങ്ങൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കും. എന്താ ഇതിന്റെ ഡെഫിനിഷൻ? എന്താണ്? ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ, ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഓരോ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ എന്നാണ് ഫാക്ടർ. ഓരോ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ പരസ്പരം വേർപിരിഞ്ഞ് ഓരോന്നും ഓരോ ഗാമീറ്റിനകത്തോട്ട് പോകുന്നു. അതിനെ വിളിക്കുന്ന ലോ ഓഫ് സെഗ്രിഗേഷൻ. ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ, 2 factors for a character present in individual. ഒരു ഇൻഡിവിജ്വലിൽ കാണുന്ന ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 ഘടകങ്ങൾ ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് will separate, അത് വേർപിരിയുന്നു, from each other, പരസ്പരം, and enter into each gamete, ഓരോ ഗാമീറ്റിനകത്തോടും കടക്കുന്നു. അപ്പൊ ഒരു ഹെട്രോസൈഗസ് പാരന്റിനകത്തുനിന്ന് 2 ടൈപ്പ് ഗാമീറ്റുകൾ ഉണ്ടാകാം. ഒരു ഹോമോസൈഗസ് പാരന്റിനകത്തുനിന്ന് ഒരു ഗാമീറ്റ് ഉണ്ടാകും. ഒരേ ടൈപ്പുകൾ, കുറെ ഗാമീറ്റ് ഉണ്ടാവും. അതിലെല്ലാം ഒരേ ടൈപ്പ് അലീലുകളായിരിക്കും, ഒരേ ടൈപ്പ് ഫാക്ടറുകളായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം മനസ്സിലാക്കാം. ഇത് ഏത് ലോ പ്രപ്പോസ് ചെയ്ത്, ഏത് ക്രോസ് എന്ന് പ്രപ്പോസ് ചെയ്താണ്? മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പ്രപ്പോസ് ചെയ്താണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ലോ ഓഫ് സെഗ്രിഗേഷന്റെ മറ്റൊരു പേരാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ് എന്ന് പറയും. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി.
അപ്പൊ ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ സ്വഭാവം എന്താ മക്കളെ? ടാൾ പ്ലാൻ. ഇത് എന്തിനെ സൂചിപ്പിക്കുക? ഡ്വാർഫ് പ്ലാൻ. ഇത് എന്തിനെ സൂചിപ്പിക്കുക? ടാൾ പ്ലാൻ. പിന്നെ എന്തുകൊണ്ട് ഇത് ടാളായി? ലോ ഓഫ് ഡോമിനൻസ്. ഇവനെ ഡോമിനേറ്റ് ചെയ്തു. ഇവനോട് പറഞ്ഞു മിണ്ടാതിരി, മര്യാദയിൽ മിണ്ടാന്നു, അവന്റെ സ്വഭാവം ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവന്റെ സ്വഭാവം മാത്രം എക്സ്പ്രസ് ചെയ്തു. ഇവൻ രണ്ടാമത്തെ തലമുറയിലാണ് കാണിച്ചത് അല്ലെ. അതൊക്കെ നമ്മൾ ലോ ഓഫ് ഡോമിനൻസിൽ പഠിച്ചു. നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പൊ ഈ ഒരു സ്വഭാവം ടാൾ പ്ലാനെ സൂചിപ്പിക്കാൻ 2 ഫാക്ടറുകൾ ഉണ്ട്. ഈ 2 ഫാക്ടറുകൾ ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഓരോ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്ന ഫാക്ടറുകൾ വേർപിരിഞ്ഞു. ഇവൻ വേർപിരിഞ്ഞു. ഇവൻ ഒരു ഗാമീറ്റിനകത്തോട് കയറി, ഇവൻ ഒരു ഗാമീറ്റിനകത്തോട് കയറി. അപ്പൊ ഹോമോസൈഗസ് ആണെങ്കിലോ ഇത് 2 സ്വഭാവം രണ്ട് അലീലും ഒരേ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നിന്നുണ്ടാകുന്ന ഗാമീറ്റിലെല്ലാം ഒരേ അലീലായിരിക്കും. എന്തായിരിക്കും? ക്യാപിറ്റൽ ഡി ആയിരിക്കും. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി NB ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് മോണോ ഹൈബ്രിഡ് ക്രോസും അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന നിയമങ്ങളെയും കുറിച്ച് പഠിച്ചു. 2 നിയമങ്ങളെ കുറിച്ച്, ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. അപ്പോൾ നിർബന്ധമായി നേരിട്ട് ഈ വീഡിയോ ലെസൺ നേരിട്ട് കാണാതെ നിങ്ങൾ എപ്പിസോഡ് 1ഉം 2ഉം കണ്ടതിന് ശേഷം മാത്രമേ എപ്പിസോഡ് 3 കാണാൻ പറ്റുള്ളൂ. സിസ്റ്റമാറ്റിക് ആയി കാണുക. ഞാൻ ബോർഡിൽ കാണിച്ചെന്ന ക്രോസുകളൊക്കെ വൈറ്റ് പേപ്പറിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോ ലെസൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡൈഹൈബ്രിഡ് ക്രോസുകളെ കുറിച്ചാണ്. നല്ല രസകരമായ ടോപ്പിക്കുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ അടുത്ത വീഡിയോ ലെസൺ കുറഞ്ഞ ഗ്യാപ്പിന് ശേഷമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ലെസണിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.